Good morning students. Welcome to a dream classroom. ഇന്ന് നമ്മൾ സോഷ്യോളജി ഓഫ് ഇന്ത്യയിലെ ലാസ്റ്റ് യൂണിറ്റിലേക്കാണ് കടക്കുന്നത്. യൂണിറ്റ് 14 എക്കോണമി ആൻഡ് സൊസൈറ്റി, സമ്പദ് വ്യവസ്ഥയും സമൂഹവും, എക്കോണമി ആൻഡ് സൊസൈറ്റി. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൽ അനലൈസ് ചെയ്യുന്നുള്ളൂ, അതേപോലെ തന്നെ ഇമ്പോർട്ടൻറ്റും ആണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് എക്കോണമിയെക്കുറിച്ചും ആ എക്കോണമി സൊസൈറ്റിയായിട്ട് എത്രത്തോളം റിലേറ്റഡ് ആണ്, എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ആ ബന്ധം നിലനിൽക്കുന്നത്, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിലൂടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിൽ പ്രധാന ടോപ്പിക്കുകൾ മാത്രമേ ഞാൻ എഴുതിയിട്ടിട്ടുള്ളൂ. എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാവും ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് പെട്ടെന്ന് നീങ്ങില്ല. അതുകൊണ്ടാണ് ടോപ്പിക്ക് മാത്രം എഴുതിയിട്ടിട്ടുള്ളത്. നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ടെസ്റ്റിൽ നോക്കി മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലെ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. കൺസെപ്റ്റ് ഓഫ് എക്കോണമി. എക്കോണമി എന്ന ആശയം, കൺസെപ്റ്റ് ഓഫ് എക്കോണമി. എന്താണ് കൺസെപ്റ്റ് ഓഫ് എക്കോണമി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അതായത് നമുക്കറിയാം ഏത് വേർഡിൽ നിന്നാണ് ഈ ഒരു എക്കോണമി എന്ന പദം ഡിറൈവ്ഡ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം. ദ വേർഡ് എക്കോണമി ഈസ് എ ഗ്രീക്ക് വേർഡ്. ഗ്രീക്ക് വേർഡിൽ നിന്നാണ് എക്കോണമി എന്ന വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. വിച്ച് മീൻസ് ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ്. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ്. ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഗൃഹനിർവഹണം. അപ്പൊ ഗൃഹനിർവഹണം അഥവാ ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് എന്ന പദത്തിൽ നിന്നാണ് ഏത് വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? എക്കോണമി എന്ന വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഗ്രീക്ക് പദമായിട്ടുള്ള ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് എന്ന ഗൃഹ നിർവഹണം അഥവാ ഗൃഹഭരണം എന്ന അർത്ഥം വരുന്ന ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് എന്ന വേർഡിൽ നിന്നാണ് എക്കോണമി എന്ന പദം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആൻഡ് ദെൻ the economics as an area of study attracted the attention of philosophers, notably Aristotle, but the modern study of economics began in the 18th century Europe, particularly in Scotland and France. അതേപോലെ തന്നെ സാമ്പത്തിക ശാസ്ത്രത്തെ ഒരു പഠനശാഖയായി അരിസ്റ്റോട്ടിൽ ഉൾപ്പെടുന്ന ആളുകളാണ് ഇതിനെ ഒരു പഠനശാഖയാക്കി മാറ്റിയത്. എന്നാൽ 18th സെഞ്ചുറിയിലെ 18ാം നൂറ്റാണ്ടിലെ സ്കോട്ട്ലാൻഡിലും ഫ്രാൻസിലുമൊക്കെ ഈ ഒരു പദം, ഈ എക്കോണമി എന്ന പദം, ഈ എക്കണോമിക്സ് എന്ന സബ്ജക്റ്റ് ഉപയോഗത്തിൽ വന്നിരുന്നതെങ്കിലും അരിസ്റ്റോട്ടിലാണ് ഈ ഒരു സബ്ജക്റ്റിനെ അതല്ലെങ്കിൽ ഈ ഒരു വേർഡിനെ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലേക്ക് മാറ്റിയത് എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ എക്കോണമി എന്ന വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രീക്ക് വേർഡായിട്ടുള്ള ഹൗസ് ഹോൾഡ് മാനേജ്മെന്റിൽ നിന്നാണ്. ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗൃഹഭരണം. ഗൃഹഭരണം എന്നർത്ഥം വരുന്ന ഹൗസ് ഹോൾഡ് മാനേജ്മെന്റിൽ നിന്നാണ് ഈ ഒരു വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതേപോലെ തന്നെ അരിസ്റ്റോട്ടിലാണ് ഈ ഒരു എക്കോണമി എന്ന വേർഡിനെ കൂടുതൽ പ്രചാരത്തിലേക്ക്, സമൂഹത്തിന്റെ മുന്നിലേക്ക് ഈ ഒരു പദത്തെ ഏറ്റവും കൂടുതൽ പ്രചാരത്തിൽ എത്തിക്കാൻ സാധിച്ചത് അരിസ്റ്റോട്ടിലിന്റെ പ്രവർത്തനങ്ങളായിരുന്നു. അതിനു മുന്നേ എവിടെ ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്? ഇത് മാത്രമല്ല ഈ ഒരു അതേപോലെ ആധുനിക സാമ്പത്തിക ശാസ്ത്ര പഠനം യൂറോപ്പിലാണ് ആദ്യം ആരംഭിച്ചത് 18ാം നൂറ്റാണ്ടില്. ദ മോഡേൺ സ്റ്റഡി ഓഫ് എക്കണോമിക്സ് ബിഗാൻ ഇൻ ദ 18th സെഞ്ചുറി. 18ാം നൂറ്റാണ്ടിലെ യൂറോപ്പിലാണ് മോഡേൺ സ്റ്റഡി ഓഫ് എക്കണോമിക്സ്, അതായത് ആധുനിക സാമ്പത്തിക ശാസ്ത്ര പഠനം ആദ്യമായി ആരംഭിച്ചത് 18ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലാണ്. അതേപോലെ സ്കോട്ട്ലാൻഡിലും ഫ്രാൻസിലൊക്കെ ഈ ഒരു പദം ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ആശയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞു തരാനുള്ളത്. ഇനി നമ്മൾക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്കോണമി ആൻഡ് സൊസൈറ്റി. എക്കോണമിയും സൊസൈറ്റിയും തമ്മിലുള്ള ബന്ധം. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്കോണമി ആൻഡ് സൊസൈറ്റി. എന്തൊക്കെയാണ് എക്കോണമിയും സൊസൈറ്റിയും തമ്മിലുള്ള ബന്ധം എന്ന് നമുക്ക് നോക്കാം. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്കോണമി ആൻഡ് സൊസൈറ്റി ഈസ് വെരി ക്ലോസ്.
എക്കോണമിയും സൊസൈറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് വെരി ക്ലോസ് റിലേഷൻഷിപ്പ്, വളരെയധികം അടുത്ത ബന്ധം പുലർത്തുന്നു. The society influenced the economic structure and economic process which in turn affect the environment of the society. അതേപോലെ തന്നെ സാമ്പത്തിക ഘടന, സാമ്പത്തിക പ്രക്രിയകൾ, സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നിവയെ സ്വാധീനിക്കുന്നു. ദ സൊസൈറ്റി ഇൻഫ്ലുവൻസ്, ഒരു സമൂഹം എന്തിനൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുക? എക്കണോമിക് സ്ട്രക്ചർ, സാമ്പത്തിക ഘടന, എക്കണോമിക് പ്രോസസ്, സാമ്പത്തിക പ്രവർത്തനം, അതേപോലെ തന്നെ എൻവയോൺമെന്റ് ഓഫ് ദ സൊസൈറ്റി, അതേപോലെ തന്നെ പിന്നെന്താണ് സമൂഹത്തിന്റെ പരിസ്ഥിതി. ഇതിനെയൊക്കെ സൊസൈറ്റി എന്ത് ചെയ്യുന്നുണ്ട്? ഇവ രണ്ടും പരസ്പരം സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് എക്കോണമിയും സൊസൈറ്റിയും തമ്മിൽ എന്താണ് എന്ന് പറയാനുള്ള കാരണം, ക്ലോസ്ലി റിലേറ്റഡ് ആണ് എന്ന് പറയാനുള്ള കാരണം ദ സൊസൈറ്റി ഇൻഫ്ലുവൻസ് ദ എക്കണോമിക് സ്ട്രക്ചർ, എക്കണോമിക് പ്രോസസ് വിച്ച് ഇൻ ടേൺ എഫക്ട് എൻവയോൺമെന്റ് ഓഫ് ദ സൊസൈറ്റി. അതായത് സാമ്പത്തിക ഘടനയുമായും സാമ്പത്തിക പ്രക്രിയകളായിട്ടും സാമ്പത്തിക പ്രവർത്തനങ്ങളായിട്ടും അതേപോലെ തന്നെ പരിസ്ഥിതിയുമായിട്ടൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കൊണ്ടാണ് സൊസൈറ്റിയും എക്കോണമിയും പരസ്പരം ബന്ധം പുലർത്തുന്നുണ്ട് എന്ന് പറയാനുള്ള കാരണം. The economy applies goods and services to everyone, whether it is individual, institution, corporation or the government and its agency. The economy applies. അതേപോലെ തന്നെ പിന്നെന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? സമ്പദ് വ്യവസ്ഥ, ഒരു എക്കോണമി എന്ന് പറയുമ്പോൾ അത് എന്തൊക്കെ കാര്യങ്ങൾ അവിടെ അപ്ലൈ ചെയ്യുന്നു? ഗുഡ്സ് ആൻഡ് സർവീസസ് ടു എവരിവൺ, സാധനങ്ങളും സേവനങ്ങളും നൽകുന്നു. ഒരു എക്കോണമി എന്തൊക്കെ കാര്യങ്ങളാണ് അപ്ലൈ ചെയ്യുന്നത്? The economy applies goods and services to everyone. അതായത് സാധനങ്ങളും സേവനങ്ങളും നൽകുന്നു. പിന്നെ ഇൻഡിവിജ്വൽസ്, ഇൻസ്റ്റിറ്റ്യൂഷൻ, കോർപ്പറേഷൻ, ദ ഗവൺമെന്റ് ആൻഡ് ഇറ്റ്സ് ഏജൻസി. എന്തിനൊക്കെയാണ് നൽകുന്നത്? ഒരു എക്കോണമി സാധനങ്ങളും സേവനങ്ങളും ആർക്കൊക്കെ നൽകുന്നുണ്ട്? ഇൻഡിവിജ്വൽസിനും, ഇൻസ്റ്റിറ്റ്യൂഷനും, കോർപ്പറേഷനും, ഗവൺമെന്റിനും മറ്റ് ഏജൻസികൾക്കും എക്കോണമിയാണ് എന്ത് നൽകുന്നത്? ഗുഡ്സ് ആൻഡ് സർവീസസ്, സാധനങ്ങളും സേവനങ്ങളും നൽകപ്പെടുന്നത് എന്തിലൂടെയാണ്? എക്കോണമിയിലൂടെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് എക്കോണമി സൊസൈറ്റിയിലുള്ളതാണ്. ആരൊക്കെ? ഒരു സൊസൈറ്റിയിലുള്ളതാണ് ഇൻഡിവിജ്വൽസും ഇൻസ്റ്റിറ്റ്യൂഷനും കോർപ്പറേഷനും ഗവൺമെന്റും മറ്റ് അനദർ ഏജൻസികളൊക്കെ ഈ സൊസൈറ്റിയിലുള്ളതാണ്. ഈ സൊസൈറ്റിയിലുള്ള ഈ ഘടകങ്ങൾക്കൊക്കെ സാധനങ്ങളും സേവനങ്ങളും നൽകുന്നത് ആരാണ്? എക്കോണമിയാണ്. അതുകൊണ്ടാണ് എന്ത് പറയാനുള്ള കാരണം? എക്കോണമിയും സൊസൈറ്റിയും വളരെയധികം അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട് എന്ന് പറയാനുള്ള കാരണം. എക്കോണമിയും സൊസൈറ്റിയും ക്ലോസ്ലി റിലേറ്റഡ് ആവാനുള്ള കാരണം സൊസൈറ്റിയിലെ ഫാക്ടേഴ്സുകളായിട്ടുള്ള ഇൻഡിവിജ്വൽസിനും ഇൻസ്റ്റിറ്റ്യൂഷനും അതേപോലെ തന്നെ കോർപ്പറേഷനും ഗവൺമെന്റിനും മറ്റ് അനദർ ഏജൻസികൾക്കൊക്കെ ഗുഡ്സ് ആൻഡ് സർവീസസ് നൽകുന്നത് ആരാണ്? എക്കോണമിയാണ്. അതുകൊണ്ടാണ് എക്കോണമി സൊസൈറ്റിയുമായിട്ട് എന്താണ് എന്ന് പറയാനുള്ള കാരണം, ക്ലോസ്ലി റിലേറ്റഡ് ആണ് എന്ന് പറയാനുള്ള കാരണം. ആൻഡ് ദെൻ പിന്നെന്താ? ഇറ്റ് അപ്ലൈസ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ഫോം ഓഫ് കമ്മ്യൂണിറ്റി ടു ഫുൾഫിൽ ബേസിക് നീഡ്സ് ഓഫ് സർവീസസ് ഇൻ ദ ഫ്രം ഓഫ് വർക്ക് ഓപ്പർച്യൂണിറ്റി, ദ നെസസിറ്റി ഓഫ് മാൻകൈൻഡ് ആസ് ദ സോഴ്സ് ഓഫ് ദ എവല്യൂഷൻ ഓഫ് എക്കോണമി. അതേപോലെ തന്നെ മനുഷ്യരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും അതേപോലെ തന്നെ തൊഴിൽ അവസരങ്ങൾ നൽകുന്നതിനും സമ്പദ് വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്നു. മനുഷ്യന്റെ ബേസിക് ഹ്യൂമൻ നീഡ്സ്, മനുഷ്യന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളും അതേപോലെ തന്നെ പിന്നെന്താണ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, തൊഴിലവസരങ്ങളും നൽകുന്നതിന് സമ്പദ് വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് എന്ത് പറയാനുള്ള കാരണം, എക്കോണമിയും സൊസൈറ്റിയും വളരെയധികം അടുത്ത ബന്ധം പുലർത്തുന്നു എന്ന് പറയാനുള്ള കാരണം. ഇതാണ് ആ ടോപ്പിക്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അടുത്ത ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് എക്കോണമി. എന്താണ് ടൈപ്സ് ഓഫ് എക്കോണമി എന്ന് പറഞ്ഞാല്? അതായത് സമ്പദ് വ്യവസ്ഥയുടെ തരങ്ങൾ. സമ്പദ് വ്യവസ്ഥയുടെ തരങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം.
3 ടൈപ്സ് ആണ് സമ്പദ് എക്കോണമിക്ക് ഉള്ളത്. ഫസ്റ്റ് വൺ, അപ്പൊ ടൈപ്സ് ഓഫ് എക്കോണമി നെക്സ്റ്റ് ടോപ്പിക് ആട്ടോ എടുക്കുന്നത്. ടൈപ്സ് ഓഫ് എക്കോണമി, സമ്പദ് വ്യവസ്ഥയുടെ തരങ്ങൾ. സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രധാനമായിട്ടും 3 തരങ്ങളാണുള്ളത്. ഫസ്റ്റ് വൺ, there are economies which are based on the way scarce resources get distributed within an economy. There are 4 primary types of economy based on the distribution of scarce resources. They are traditional, centralized, market and mixed. അപ്പൊ എന്താണ് സമ്പദ് വ്യവസ്ഥ തരങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? There are economies which are based on the way scarce resources. അതായത് സ്കേഴ്സ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താ? ദുർബല വിഭവങ്ങൾ. സ്കേഴ്സിറ്റി പറഞ്ഞാൽ എന്താ? കുറവ്, കമ്മി എന്നൊക്കെ പറയും. അതല്ലെങ്കിൽ ദുർബലത എന്ന് പറയും. കമ്മി വിഭവങ്ങളുടെ കുറവിനെയാണ് സ്കേഴ്സ് എന്ന് പറയുക. അപ്പൊ ഈ ദുർലഭമായ വിഭവങ്ങളുടെ വിതരണം അടിസ്ഥാനമാക്കിയുള്ള സമ്പദ് വ്യവസ്ഥ. ഇപ്പൊ എക്കോണമിയുടെ ഒന്നാമത്തെ ടൈപ്പാണ്, തരമാണ് എന്ത്? ദുർലഭ വിഭവങ്ങളുടെ വിതരണത്തെ അടിസ്ഥാനമാക്കിയുള്ള സമ്പദ് വ്യവസ്ഥ. There are economics which are based on the way scarce resources get distributed with an economy. ദുർലഭ വിഭവങ്ങളുടെ വിതരണം അടിസ്ഥാനമാക്കിയുള്ള സമ്പദ് വ്യവസ്ഥ. അത് പ്രധാനമായും 4 കാര്യങ്ങളാണുള്ളത്. ഏതൊക്കെ? ട്രഡീഷണലും, അതേപോലെ തന്നെ സെൻട്രലൈസ്ഡും, മാർക്കറ്റും, മിക്സ്ഡും. ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങളിലാണ് സ്കേഴ്സിറ്റി കാണപ്പെടുക? പരമ്പരാഗതമായിട്ടും, സെൻട്രലൈസ്ഡ് ആയിട്ടും, മാർക്കറ്റ് കേസിലും, മിക്സ്ഡിലും, മിശ്ര സമ്പദ് വ്യവസ്ഥയിലും. ഈ ഒരു 4 കാര്യങ്ങളിലാണ് എന്ത് കാണപ്പെടാറുള്ളത്? ദുർലഭ വിഭവങ്ങളുടെ വിതരണത്തെ അടിസ്ഥാനമാക്കിയുള്ള സമ്പദ് വ്യവസ്ഥ. അപ്പൊ ടൈപ്സ് ഓഫ് എക്കോണമിയുടെ ഫസ്റ്റ് പോയിന്റ് ആണ് പറഞ്ഞത്. എന്ത്? There are economy which are based on the way scarce resources get distributed within an economy. ദുർലഭ വിഭവങ്ങളുടെ വിതരണം അടിസ്ഥാനമാക്കിയുള്ള സമ്പദ് വ്യവസ്ഥ. അപ്പൊ സ്കേഴ്സ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദുർലഭമായിട്ടുള്ള വിഭവങ്ങളെയാണ് എന്ത് പറയുക നമ്മള്? വിരളമായിട്ടുള്ള വിഭവങ്ങളെയാണ് സ്കേഴ്സ് റിസോഴ്സസ് എന്ന് പറയുക. അത് ഏതൊക്കെ മേഖലയിലാണ് കാണപ്പെടുക? ട്രഡീഷണൽ ആയിട്ടും, സെൻട്രലൈസ്ഡ് ആയിട്ടും, മാർക്കറ്റ് ആയിട്ടും, മിക്സഡ് ആയിട്ടുമാണ്. അതാണ് ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ടൈപ്പ്. Second one, this 4 type of economy based on the modes of production. There are Asiatic, ancient, feudal and capitalist. അതായത് രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഉൽപാദന രീതികളെ അടിസ്ഥാനമാക്കിയുള്ള സമ്പദ് വ്യവസ്ഥ. ഏതൊക്കെയാണ്? ഏഷ്യൻ, ആൻഷ്യന്റ്, ഫ്യൂഡല്, ക്യാപിറ്റലിസ്റ്റ്. ഉൽപാദന രീതികളെ, this 4 type of economy based on the modes of production. ഉൽപാദന രീതികളെ അടിസ്ഥാനമാക്കിയുള്ള സമ്പദ് വ്യവസ്ഥ. അപ്പൊ ഉൽപാദന രീതികളെ അടിസ്ഥാനമാക്കിയുള്ള സമ്പദ് വ്യവസ്ഥ പ്രധാനമായും 4 എണ്ണാണുള്ളത്. ഏഷ്യാറ്റിക്, ആൻഷ്യന്റ്, ഫ്യൂഡല്, ക്യാപിറ്റലിസ്റ്റ്. ഏഷ്യാറ്റിക് എന്ന് പറഞ്ഞാൽ ഏഷ്യൻ സമ്പദ് വ്യവസ്ഥ, ആൻഷ്യന്റ് പറഞ്ഞാൽ പുരാതന സമ്പദ് വ്യവസ്ഥ, ഫ്യൂഡൽ എന്ന് പറഞ്ഞാല് ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ കാലഘട്ടത്തിലെ സമ്പദ് വ്യവസ്ഥ, ക്യാപിറ്റലിസ്റ്റ് പറഞ്ഞാൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. അപ്പൊ ഇതാണ് ഈ രണ്ടാമത്തെ പോയിന്റിൽ പറയുന്ന ഈ 4 കാര്യങ്ങളാണ് ടൈപ്സ് ഓഫ് എക്കോണമി. ദീസ് 4 ടൈപ്സ് ഓഫ് എക്കോണമി ബേസ്ഡ് ഓൺ ദ മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഉൽപാദന രീതികളെ അടിസ്ഥാനമാക്കിയുള്ള സമ്പദ് വ്യവസ്ഥ. അത് ഏതൊക്കെയാണ്? ഏഷ്യാറ്റിക്, ആൻഷ്യന്റ്, ഫ്യൂഡല്, ക്യാപിറ്റലിസ്റ്റ്. ആൻഡ് ദി തേർഡ് പോയിന്റ്, ദിസ് എക്കോണമി ആർ ബേസ്ഡ് ഓൺ ദ ആക്സസിബിലിറ്റി ടു എംപ്ലോയ്മെന്റ് സെക്യൂരിറ്റി ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി, വർക്ക് സെക്യൂരിറ്റി. അതായത് തൊഴിൽ സുരക്ഷ, സാമൂഹിക സുരക്ഷ. വർക്ക് സെക്യൂരിറ്റി പറഞ്ഞാൽ എന്താണ്? തൊഴിൽ സുരക്ഷ. സോഷ്യൽ സെക്യൂരിറ്റി പറഞ്ഞാൽ എന്താണ്? സാമൂഹിക സുരക്ഷ. എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള സമ്പദ് വ്യവസ്ഥ. അത് ഫോമലും ഉണ്ടായിരിക്കും, ഇൻഫോമലും ഉണ്ടായിരിക്കും, ഔപചാരികമായിട്ടും ഉണ്ടായിരിക്കും, അനൗപചാരികമായിട്ടും ഉണ്ടായിരിക്കും. ഇപ്പൊ ഇത്രയും കാര്യങ്ങളെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ടൈപ്സ് ഓഫ് എക്കോണമി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. എക്കോണമി ബേസ്ഡ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്കേഴ്സ് റിസോഴ്സസ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് എക്കോണമി ബേസ്ഡ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്കേഴ്സ് റിസോഴ്സസ്. അതായത് ദുർലഭ വിഭവങ്ങളുടെ വിതരണത്തെ അടിസ്ഥാനമാക്കിയുള്ള സമ്പദ് വ്യവസ്ഥ.
ദുർലഭ വിഭവങ്ങൾ, സ്കേഴ്സ് റിസോഴ്സസ് എന്ന് പറഞ്ഞാല് വിരളമായ വിഭവങ്ങൾ. വിരളമായിട്ടുള്ള റിസോഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു എക്കോണമീനെയാണ് എന്ത് പറയുക? എക്കോണമി ബേസ്ഡ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്കേഴ്സ് റിസോഴ്സസ്. ദുർലഭ വിഭവങ്ങളുടെ വിതരണത്തെ അടിസ്ഥാനമാക്കിയുള്ള സമ്പദ് വ്യവസ്ഥ. പ്രധാനമായും ഈ സ്കേഴ്സ് റിസോഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സമ്പദ് വ്യവസ്ഥ 4 എണ്ണാണുള്ളത്. ട്രഡീഷണൽ എക്കോണമി, സെൻട്രലൈസ്ഡ് എക്കോണമി, മാർക്കറ്റ് എക്കോണമി, മിക്സ്ഡ് എക്കോണമി. സ്കേഴ്സ് റിസോഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു എക്കോണമി ഡിസ്ട്രിബ്യൂഷൻ 4 ഫാക്ടേഴ്സ് ആണുള്ളത്. ട്രഡീഷണൽ എക്കോണമി, സെൻട്രലൈസ്ഡ് എക്കോണമി, മാർക്കറ്റ് എക്കോണമി, മിക്സ്ഡ് എക്കോണമി. അതിൽ ട്രഡീഷണൽ എക്കോണമി എന്നാൽ എന്താ? പരമ്പരാഗത സമ്പദ് വ്യവസ്ഥ. The traditional economy consists of small unit of production catering largely to the needs of family, tribal group and community, which support the small unit of production of goods and services. അപ്പോൾ ട്രഡീഷണൽ എക്കോണമി എന്നുകൊണ്ട് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് എക്കോണമി ബേസ്ഡ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്കേഴ്സ് റിസോഴ്സസ്, അതായത് ദുർലഭ വിഭവങ്ങളുടെ വിതരണത്തെ അടിസ്ഥാനമാക്കിയുള്ള സമ്പദ് വ്യവസ്ഥയാണ് നമ്മൾ പറയുന്നത്. അതിൽ ഏതൊക്കെ വരും? ട്രഡീഷണൽ എക്കോണമി വരും, സെൻട്രലൈസ്ഡ് എക്കോണമി വരും, മാർക്കറ്റ് എക്കോണമി വരും, മിക്സ്ഡ് എക്കോണമി വരും. ഇനി എന്താണ് ട്രഡീഷണൽ എക്കോണമി എന്ന് പറഞ്ഞാല്? ട്രഡീഷണൽ എക്കോണമി കൺസിസ്റ്റ് ഓഫ് സ്മാൾ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്നാ പറയുന്നത്. അതായത് പരമ്പരാഗത സമ്പദ് വ്യവസ്ഥയിൽ ചെറിയ ഉൽപാദന യൂണിറ്റുകളാണ് കൂടുതലായി ഉൾപ്പെടുന്നത്. ട്രഡീഷണൽ എക്കോണമി കൺസിസ്റ്റ് ഓഫ് സ്മാൾ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ. ട്രഡീഷണൽ എക്കോണമിയിലെ ഉൽപാദന യൂണിറ്റുകൾ എങ്ങനെയാണ് ഉൾപ്പെടുന്നത്? സ്മാൾ യൂണിറ്റ് ആണ് ഉൾപ്പെടുന്നത്. ഒരു ട്രഡീഷണൽ എക്കോണമിയിലെ ഉൽപാദന പ്രൊഡക്ഷൻ യൂണിറ്റുകൾ സ്മാൾ യൂണിറ്റുകളായിട്ടാണ് ഉൾപ്പെടുന്നത്. അതേപോലെ തന്നെ ഇവ എങ്ങനെയാണ്? ലാർജ്ലി ദ നീഡ്സ് ഓഫ് ഫാമിലി, ട്രൈബൽ ഗ്രൂപ്പ് ആൻഡ് കമ്മ്യൂണിറ്റി. കുടുംബങ്ങൾ, ഗോത്രങ്ങൾ, ചെറിയ സമൂഹങ്ങൾ എന്നിവയുടെ നെസസറീസ്, ആവശ്യങ്ങൾക്കായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഒരു ട്രഡീഷണൽ എക്കോണമിയിലെ ഉൽപാദന യൂണിറ്റുകൾ എങ്ങനെയാണ് ഉള്ളത്? ഒരു സ്മാൾ യൂണിറ്റ് ആയിട്ടാണ് ഉൾപ്പെടുന്നത്. അത് കുടുംബങ്ങൾ, ഫാമിലിയുടെയും ട്രൈബൽസിന്റെയും സ്മാൾ കമ്മ്യൂണിറ്റിയുടെയും സ്മാൾ ഗ്രൂപ്പ് ആൻഡ് കമ്മ്യൂണിറ്റീസ് എന്നാ പറയുന്നത്. അതുകൊണ്ട് ചെറിയ സമൂഹങ്ങൾ എന്നിവയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അതേപോലെ തന്നെ such economic units are closely linked with local customs, traditional and belief. ഇവയുടെയുള്ള ഉൽപാദന യൂണിറ്റുകൾ പ്രാദേശിക ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, പരമ്പരാഗത രീതികൾ എന്നിവയുമായി ബന്ധപ്പെട്ടു പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ഈ ട്രഡീഷണൽ എക്കോണമി എന്തിനൊക്കെ ആയിട്ടാണ് പ്രവർത്തിക്കുക? ലോക്കൽ കസ്റ്റംസ്, ട്രഡീഷൻ ആൻഡ് ബിലീഫ്. അതായത് ലോക്കൽ കസ്റ്റംസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രാദേശികമായ ആചാരങ്ങൾ, ബിലീഫ് വിശ്വാസങ്ങൾ, അതേപോലെ തന്നെ പ്രാദേശികമായിട്ടുള്ള ആചാരങ്ങളും പരമ്പരാഗത രീതികളും വിശ്വാസങ്ങൾ എന്നിവയുമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. കൂടാതെ പിന്നെന്താ? ദേ ആർ എൻഗേജ്ഡ് ഇൻ എക്കണോമിക് ആക്ടിവിറ്റി ലൈക്ക് അതേപോലെ തന്നെ എൻഗേജ്ഡ് ആകുന്ന എക്കണോമിക് ആക്ടിവിറ്റികൾ എന്തൊക്കെയാണ് ട്രഡീഷണൽ എക്കണോമിയിലെ? അഗ്രികൾച്ചർ, ഹാർവെസ്റ്റിംഗ്, ആനിമൽ ഹസ്ബൻഡറി, ഫിഷിംഗ്, ഫുഡ് ഗാദറിംഗ്, ഹണ്ടിങ്, ഹെർബൽ പ്രൊഡക്ഷൻ. അതേപോലെ തന്നെ പരമ്പരാഗത സമ്പദ് വ്യവസ്ഥ എന്താണ്? ഒരു ലാഭത്തിന് വേണ്ടി, ഒരു പ്രോഫിറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്നതല്ല. അവര് ട്രഡീഷണൽ എക്കോണമി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രോഫിറ്റബിൾ അല്ല കേട്ടോ. ഒരു ലാഭത്തിന് വേണ്ടി ആയിരിക്കില്ല ട്രഡീഷണൽ എക്കോണമി പ്രവർത്തിക്കുക. അവരവരുടെ നിത്യ ആവശ്യങ്ങൾ, അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി മാത്രം സമൂഹത്തിന് വേണ്ടി സമ്പദ് വ്യവസ്ഥയിൽ നിലകൊള്ളുന്നവരാണ്. അതുകൊണ്ട് തന്നെ ട്രഡീഷണൽ എക്കോണമിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? അവര് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ഉൽപാദന പ്രവർത്തനങ്ങളായിട്ട് ചെയ്യുന്നത്? ജീവിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള മാർഗം കണ്ടെത്താൻ വേണ്ടി അഗ്രികൾച്ചർ, കാർഷിക മേഖല, ഹാർവെസ്റ്റിംഗ് വിളവെടുപ്പ്, ആനിമൽ ഹസ്ബൻഡറി കന്നുകാലി വളർത്തൽ, ഫിഷിംഗ് മത്സ്യബന്ധനം, ഫുഡ് ഗാദറിംഗ് ഭക്ഷണ ശേഖരണം, പിന്നെ
ഹണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ? വേട്ടയാടൽ. ഹെർബൽ പ്രൊഡക്ഷൻ, ഔഷധ സസ്യങ്ങളുടെ ഉൽപാദനം. ഇവയ്ക്കൊക്കെ കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന, അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്ന, ആചാരപരമായിട്ടും വിശ്വാസപരമായിട്ടും പരമ്പരാഗതമായിട്ടുമുള്ള കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തെയാണ് ട്രഡീഷണൽ എക്കോണമി എന്ന് പറയുന്നത്. ഇപ്പൊ ട്രഡീഷണൽ എക്കോണമി എന്ന് പറഞ്ഞാൽ അതൊരു പരമ്പരാഗത സമൂഹമാണ്. അതൊരു സ്മാൾ യൂണിറ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിൽ ഫാമിലി വരും, ഗോത്രങ്ങൾ വരും, ചെറിയ ചെറിയ സമൂഹങ്ങൾ വരും. മാത്രമല്ല അവരവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അതേപോലെ തന്നെ പരമ്പരാഗതമായ രീതികളിലൂടെയാണ് പ്രവർത്തിക്കുക. അവർ ഒരിക്കലും ഒരു പ്രോഫിറ്റബിളിന് വേണ്ടിയിട്ടായിരിക്കില്ല പ്രവർത്തിക്കുക. അവരുടെ നിത്യജീവിതത്തിലെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് അഗ്രികൾച്ചർ, ഹാർവെസ്റ്റിങ്, ആനിമൽ ഹസ്ബൻഡറി, ഫിഷിങ്, ഫുഡ് ഗാദറിങ്, ഹണ്ടിങ്, ഹെർബൽ പ്രൊഡക്ഷൻ തുടങ്ങിയ കാര്യങ്ങൾക്കായിരിക്കും ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക. ഇതാണ് ട്രഡീഷണൽ എക്കോണമി എന്ന് പറയുന്നത്. അടുത്തതാണ് സെൻട്രലൈസ്ഡ് എക്കോണമി. ഒരു കേന്ദ്രീകൃത സമ്പദ് വ്യവസ്ഥ. കേന്ദ്രീകൃത സമ്പദ് വ്യവസ്ഥ എന്ന് പറയും സെൻട്രലൈസ്ഡ് എക്കോണമി. ദി സിസ്റ്റം ഓഫ് എക്കോണമി ഈസ് വെദർ സെൻട്രലൈസ്ഡ് ഡിസിഷൻ മേക്കിംഗ് ഓൺ എ സെൻട്രൽ എക്കണോമിക് മാറ്റേഴ്സ് ടേക്ക് പ്ലേസ്. ഈ സമ്പദ് വ്യവസ്ഥയിൽ എല്ലാ സാമ്പത്തിക തീരുമാനങ്ങളും ഒരു സെൻട്രലൈസ്ഡ് ചെയ്തുകൊണ്ടാണ് നടപ്പാക്കുന്നത്. The system of economy is vital centralized decision making on a central economic matters take place എന്നാ പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു സമ്പദ് വ്യവസ്ഥയിൽ എല്ലാ ഡിസിഷൻ മേക്കിങ്ങും, തീരുമാനമെടുക്കലുകളും, എല്ലാ സാമ്പത്തികമായ തീരുമാനമെടുക്കലും ഒരു കേന്ദ്രീകൃതമായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ സെൻട്രലൈസ്ഡ് എക്കോണമിയിൽ ഡിസിഷൻ മേക്കിംഗ് എങ്ങനെ ആയിരിക്കും എന്നാ പറയുന്നത്? ഒരു സെൻട്രലൈസ്ഡ് മെത്തേഡ് ആയിരിക്കും, ഒരു കേന്ദ്രീകൃത രീതിയായിരിക്കും ഫോളോ ചെയ്യുക. There is centralized or the government or a collective control over the means of production. സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര അധികാരമാണ് ഉൽപാദനം, വിതരണം, വില നിർണ്ണയം എന്നിവ നിയന്ത്രിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു എക്കോണമിയിലെ എല്ലാ വിധത്തിലുള്ള എന്തൊക്കെ കാര്യങ്ങളുടെ തീരുമാനം എടുക്കുന്നത്? പ്രൊഡക്ഷനെ കുറിച്ചും ഉൽപാദനത്തെക്കുറിച്ചും വിതരണത്തെക്കുറിച്ചും അതേപോലെ തന്നെ വില, അതിൻ്റെ പ്രൈസ് തീരുമാനിക്കുന്നതൊക്കെ ആരായിരിക്കും? ഒരു ഗവൺമെന്റ് ആയിരിക്കും. അപ്പൊ കേന്ദ്രീകൃത സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള തീരുമാനമെടുക്കലിനെയാണ് കേന്ദ്രീകൃത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ആ കേന്ദ്രീകൃത സമ്പദ് വ്യവസ്ഥയിൽ ഇപ്പോഴുള്ള നമ്മുടെ സമ്പദ് വ്യവസ്ഥ ഒരു കേന്ദ്രീകൃത സമ്പദ് വ്യവസ്ഥയെ നമ്മൾ എന്ത് ഉൽപ്പാദിപ്പിക്കണം, അതേപോലെ തന്നെ അതെങ്ങനെ പ്രൊഡക്ഷൻ ചെയ്യണം, അതിനെങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അതിനെങ്ങനെ പ്രൈസ് അഡോപ്റ്റ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിസിഷൻ ചെയ്യുന്നത് ആരാണ്? ഒരു സെൻട്രൽ ഒരു കേന്ദ്രീകൃത ഗവൺമെന്റ് ആണ്. അപ്പൊ അത്തരത്തിലുള്ള രീതിയെയാണ് എന്ത് പറയുന്നത്? സെൻട്രലൈസ്ഡ് എക്കോണമി എന്ന് പറയുന്നത്. ഇപ്പൊ ഈ സോഷ്യോളജിയിൽ വരുന്ന ഒരു എക്കണോമിക് അതായത് എക്കണോമിക്സിനെ റിലേറ്റഡ് ആക്കിക്കൊണ്ടാട്ടോ ഈ സോഷ്യോളജിയിൽ ഇത് പറയുന്നത്. സൊസൈറ്റിയും എക്കണോമിക്സും എത്രത്തോളം റിലേറ്റഡ് ആണ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഒരു സെൻട്രലൈസ്ഡ് എക്കോണമി ആയിരിക്കുമ്പോൾ ഇവിടെ ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നത് ആരാണ്? തീരുമാനങ്ങൾ എടുക്കുന്നത് ഒരു സെൻട്രലൈസ്ഡ് സൊസൈറ്റി ആയിരിക്കും, ഒരു സെൻട്രൽ എക്കണോമിക് മാറ്റേഴ്സ് ആയിരിക്കും. അവിടെ പ്രൊഡക്ഷനെ കുറിച്ചും ഉൽപാദനത്തിനെ കുറിച്ചും ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചും പ്രൈസ്, വില അഡോപ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ തീരുമാനം എടുക്കുക, ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്നത് ആരാണ്? ഒരു സെൻട്രലൈസ്ഡ് എക്കോണമി ആയിരിക്കും, കേന്ദ്രീകൃത ഗവൺമെന്റ് ആയിരിക്കും. ഇതിനെയാണ് സെൻട്രലൈസ്ഡ് എക്കോണമി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് ആണ് മാർക്കറ്റ് എക്കോണമി. മാർക്കറ്റ് എക്കോണമി. വാട്ട് ഈസ് മീൻ ബൈ മാർക്കറ്റ് എക്കോണമി? The market economy is a capitalist form of economy where the production of goods and services is guided by the market forces where the government intervention is minimum. അതായത് മാർക്കറ്റ് സമ്പദ് വ്യവസ്ഥയിൽ ഒരു എങ്ങനത്തെ എക്കോണമി ആയിരിക്കും? ക്യാപിറ്റലിസ്റ്റ് ഫോം ഓഫ് എക്കോണമി, ഒരു മൂലധന സമ്പദ് വ്യവസ്ഥയാണ്. മാർക്കറ്റ് എക്കോണമി എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ആയിരിക്കും. ക്യാപിറ്റലിസ്റ്റ് എക്കോണമി പറഞ്ഞാൽ എന്താ? ഒരു മൂലധന സമ്പദ് വ്യവസ്ഥ.
ദ മാർക്കറ്റ് എക്കോണമി ഈസ് എ ക്യാപിറ്റലിസ്റ്റ് ഫോം ഓഫ് എക്കോണമി. മാർക്കറ്റ് എക്കോണമി എന്ന് പറയുമ്പോൾ അതൊരു ക്യാപിറ്റലിസ്റ്റ് ഫോം ആയിരിക്കും. അതേപോലെ തന്നെ ഇവിടെ പ്രൊഡക്ഷനും അതേപോലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഡയറക്ഷനും ഒക്കെ തീരുമാനിക്കുന്നത് ആരായിരിക്കും? അതായത് ഗവൺമെന്റിന്റെ നേതൃത്വത്തിലായിരിക്കും. മാർക്കറ്റ് ഫോഴ്സസ് വേർ ദ ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഈസ് മിനിമം. അപ്പൊ കുട്ടികളെ, മാർക്കറ്റ് എക്കോണമി എന്ന് പറഞ്ഞാല് ഒരു മാർക്കറ്റ് സമ്പദ് വ്യവസ്ഥയില് ക്യാപിറ്റലിസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള സമ്പദ് വ്യവസ്ഥയായിരിക്കും. ഇവിടെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പ്രൊഡക്ഷനും അതേപോലെ തന്നെ മറ്റ് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആരായിരിക്കും? ക്യാപിറ്റലിസ്റ്റ് ആയിരിക്കും, മുതലാളിത്തമായിരിക്കും. അതുകൊണ്ട് ഇവിടെ എന്ത് കുറവായിരിക്കും? ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഈസ് മിനിമം. ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ കുറച്ചുകൊണ്ട് ക്യാപിറ്റലിസ്റ്റിന്റെ മുതലാളിത്തത്തിന്റെ നേതൃത്വത്തില് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ തീരുമാനിക്കുന്നതിനെയാണ് എന്ത് പറയുക? മാർക്കറ്റ് എക്കോണമി. ഗവൺമെന്റിന് റോൾ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഗവൺമെന്റ് ഇപ്പോഴത്തെ നമ്മളുടെ പ്രൈവറ്റ് ഏജൻസികളൊക്കെ എന്തിനു ഉദാഹരണമാണ്? മാർക്കറ്റ് എക്കോണമിക്ക് ഉദാഹരണമാണ്. അവിടെ ക്യാപിറ്റലിസ്റ്റ് ആണ് അവിടെ ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നത്. അവിടെ പ്രൊഡക്ഷനെ കുറിച്ചും ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചും പ്രൈസിനെ കുറിച്ചൊക്കെ ഉള്ള തീരുമാനങ്ങൾ എടുക്കുക ആരായിരിക്കും? ഒരു പ്രൈവറ്റ് അഥവാ ക്യാപിറ്റലിസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ കുറച്ചുകൊണ്ട് ക്യാപിറ്റലിസ്റ്റിന്റെ നേതൃത്വത്തിൽ പ്രൊഡക്ഷനെയും ഡിസ്ട്രിബ്യൂഷനെയും പ്രൈസിനെയും ഒക്കെ നിശ്ചയിക്കുന്ന ആ മെത്തേഡിനെയാണ് എന്ത് പറയുക? മാർക്കറ്റ് എക്കോണമി. ആൻഡ് ദെൻ മിക്സ്ഡ് എക്കോണമി. മിക്സ്ഡ് എക്കോണമിയിൽ ആരൊക്കെ വരും? പ്രൈവറ്റും വരും, പബ്ലിക്കും വരും. ദ മിക്സ്ഡ് എക്കോണമി ഈസ് എ സിസ്റ്റം ദാറ്റ് കമ്പൈൻസ് ദ ബിസിനസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബോത്ത് സെൻട്രലൈസ്ഡ് പബ്ലിക് സെക്ടർ എക്കോണമി ആൻഡ് ഓപ്പൺ മാർക്കറ്റ് ഓർ പ്രൈവറ്റ് സെക്ടർ എക്കോണമി. ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയായിരിക്കുമ്പോൾ സ്വകാര്യ സമ്പദ് മേഖലയും അതേപോലെ തന്നെ പൊതുമേഖലയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് എന്ത് ചെയ്യുന്നത്? എക്കോണമിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുകയായിരിക്കും ചെയ്യുക. അപ്പോൾ മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ ഒരു പബ്ലിക് സെക്ടറും വരും, അതേപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറും വരും. ഇത് രണ്ട് കൂട്ടരും കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ട് എക്കോണമിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെയാണ് എന്ത് പറയുക? മിക്സ്ഡ് എക്കോണമി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എക്കോണമി ബേസ്ഡ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ സ്കേഴ്സ് റിസോഴ്സ് എന്ന ആ ടോപ്പിക്കിൽ നമുക്ക് എടുക്കാനുള്ളത് കേട്ടോ. അതായത് ദുർലഭ വിഭവങ്ങളുടെ വിതരണത്തെ അടിസ്ഥാനമാക്കിയുള്ള സമ്പദ് വ്യവസ്ഥ എന്ന ആ ടോപ്പിക്കിൽ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. ഈ 4 പോയിന്റ് നന്നായിട്ട് പഠിക്കണം കേട്ടോ. അടുത്ത ടോപ്പിക്ക് നമുക്ക് എടുക്കാനുള്ളത് എക്കോണമി ബേസ്ഡ് ഓൺ മോഡ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. അതെന്താ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കാണ് എക്കോണമി ബേസ്ഡ് ഓൺ മോഡ് ഓഫ് പ്രൊഡക്ഷൻ. എക്കോണമിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഉൽപാദന രീതികൾ. അത് പ്രധാനമായും 4 പോയിന്റ്സ് ആണ്. ഈ 4 ഓരോന്നും സബ് പോയിന്റുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്, അതിൽ തന്നെ ഏകദേശം 6 പോയിന്റ്സോളം നമുക്ക് പഠിക്കണം. പിന്നെ ആൻഷ്യന്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്, അതിൽ 3 പോയിന്റ്സ് പഠിക്കണം. ഫ്യൂഡൽ മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്, അതിലും 4 പോയിന്റ്സ് സബ് പോയിന്റ് പഠിക്കണം. ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്, അതിൽ ഏകദേശം ഒരു 10 പോയിന്റ്സോളം അതിനും പറയാനുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, എക്കോണമി ബേസ്ഡ് ഓൺ മോഡ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് എക്കോണമിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള മോഡ് ഓഫ് പ്രൊഡക്ഷനെയാണ് നമ്മൾ ഇവിടെ വിശദീകരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ. ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷനിൽ 6 സബ് പോയിന്റ് ആണ് വരുന്നത്. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് എക്സിറ്റ് ഇൻ ദ പ്രിമിറ്റീവ് സൊസൈറ്റി. ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ അഥവാ ഏഷ്യാറ്റിക് ഉൽപാദന രീതിയിൽ വരുന്ന ഫസ്റ്റ് സബ് പോയിന്റ് ആണ് ഇറ്റ് എക്സിസ്റ്റ് ഇൻ ദ പ്രിമിറ്റീവ് സൊസൈറ്റി. ഇത് ആദിമ സമൂഹത്തിൽ നിലനിൽക്കുന്നു. എന്താ പ്രിമിറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ? ഒരു പ്രാകൃത സമൂഹം അഥവാ ആദിമ സമൂഹത്തെ അറിയപ്പെടുന്ന പേരാണ് പ്രിമിറ്റീവ് സൊസൈറ്റി. അപ്പോൾ ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ നിലനിൽക്കുന്നത് ഏത് രീതിയിലാണ് എന്നാ പറയുന്നത്? ഒരു പ്രിമിറ്റീവ് സൊസൈറ്റിയിലാണ്, ഒരു പ്രാകൃത സമൂഹത്തിലാണ് നിലനിൽക്കുന്നത്. ആൻഡ് സെക്കൻഡ് വൺ, ഇറ്റ് ഹാസ് നോ ക്ലാസസ്.
ആ കാലഘട്ടത്തിൽ ആ ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷന്റെ കാലഘട്ടത്തിൽ എന്തായി തരംതിരിച്ചിട്ടില്ല? സമൂഹത്തെ വർഗങ്ങളായി തരംതിരിച്ചിട്ടില്ല. ഇറ്റ് ഹാസ് നോ ക്ലാസസ്, വർഗങ്ങളായി തരംതിരിച്ചിട്ടില്ല. ആൻഡ് തേർഡ് പോയിന്റ്, ഇറ്റ് ഈസ് സ്ട്രക്ചേർഡ് അറൗണ്ട് ദ കിൻഷിപ്പ്. അതേപോലെ തന്നെ ഇത് രക്തബന്ധത്തെ അടിസ്ഥാനമാക്കിയുള്ള ഘടനയാണ്. കിൻഷിപ്പ് പറഞ്ഞാൽ എന്താ? രക്തബന്ധം. അപ്പൊ ഇറ്റ് ഈസ് സ്ട്രക്ചേർഡ് അറൗണ്ട് ദ കിൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് രക്തബന്ധത്തെ അടിസ്ഥാനമാക്കിയുള്ള ഘടനയാണ്. ഇറ്റ് ഹാസ് വെരി ലോ ഡിവിഷൻ ഓഫ് ലേബർ. അതേപോലെ തന്നെ ഡിവിഷൻ ഓഫ് ലേബർ, തൊഴിൽ വിഭജനം വളരെ കുറവായിരിക്കും. അതേപോലെ ഇറ്റ് ഹാസ് നോ പ്രൈവറ്റ് പ്രോപ്പർട്ടി, സ്വകാര്യ സ്വത്ത് ഉണ്ടായിരിക്കുകയില്ല. എവരി വൺ വർക്ക് ടുഗദർ ഫോർ കോമൺ ഗുഡ്. അതേപോലെ എല്ലാവരും പൊതുവായ നല്ലതിനായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. എവരി വൺ വർക്ക് ടുഗദർ ഫോർ കോമൺ ഗുഡ്, എല്ലാവരും പൊതുവായ നല്ലതിനായിട്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളെയാണ് എന്ത് പറയുക? ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ. ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷനിൽ 6 സബ് പോയിന്റ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ, എക്സിറ്റ് ഇൻ ദ പ്രിമിറ്റീവ് സൊസൈറ്റി. ഇറ്റ് ഹാസ് നോ ക്ലാസസ്. It is structured around the kinship. It has very low division of labor. It has no private property. Everyone work together for common good. എല്ലാവരും പൊതുവായ നല്ലതിനായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഏതിൽ വരുന്നത്? ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ. സെക്കൻഡ് വൺ, ആൻഷ്യന്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ. എന്താ ആൻഷ്യന്റ് പറഞ്ഞാൽ? പ്രാചീന ഉൽപാദന രീതികൾ. പ്രാചീന കാലഘട്ടത്തിലെ പ്രൊഡക്ഷനെയാണ് എന്ത് പറയുക? ആൻഷ്യന്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ. അതിലേതൊക്കെ വരുന്നത്? ഇറ്റ് ഈസ് അരിസ്റ്റോക്രസി ആൻഡ് ഓഫ് ദ സിസ്റ്റം ഓഫ് സാൽവറി. അരിസ്റ്റോക്രാറ്റിക് സംവിധാനവും അടിമത്വവുമാണ് ഏത് കാലഘട്ടത്തിൽ നിലനിൽക്കുന്നത്? ആൻഷ്യന്റ് മോഡ് ഓഫ് പ്രൊഡക്ഷനിൽ നിലനിൽക്കുന്നത്. ഇപ്പം ആൻഷ്യന്റ് മോഡ് ഓഫ് പ്രൊഡക്ഷനിൽ നിലനിൽക്കുന്നത് 3 സബ് പോയിന്റ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് പറയുന്നത് അരിസ്റ്റോക്രസി ആൻഡ് ഓഫ് ദ സിസ്റ്റം ഓഫ് സാൽവറി. അരിസ്റ്റോക്രാറ്റിക് സംവിധാനവും അടിമത്വവും. സാൽവറി പറഞ്ഞാൽ എന്താ? അടിമത്വം. അപ്പോൾ അരിസ്റ്റോക്രസി സംവിധാനവും അടിമത്വവുമാണ് നിലനിൽക്കുന്നത്. ദ സ്ലേവ്സ് ഡിഡ് മോസ്റ്റ് ഓഫ് ദ വർക്ക്. ഭൂരിഭാഗം ജോലികളും അടിമകളായിരിക്കും ചെയ്യുക. ദ കൺസെപ്റ്റ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി സ്റ്റാർട്ടഡ് ടു ഡെവലപ്പ്. The concept of private property started to develop. പ്രൈവറ്റ് പ്രോപ്പർട്ടി പറഞ്ഞാൽ എന്താ? സ്വകാര്യ സ്വത്തിന്റെ ആശയം ആരംഭിച്ചത് ഏത് കാലഘട്ടത്തിലാണ്? ആൻഷ്യന്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ പീരിയഡിലാണ്. അപ്പൊ ഈ 3 കാര്യങ്ങളും ഇൻവോൾവഡ് ആയതിനെയാണ് നമ്മൾ എന്ത് പറയുക? ആൻഷ്യന്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പൊ ആൻഷ്യന്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ പ്രധാനമായും 3 കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. ഒന്നാമത്തെ എന്താണ്? ഇറ്റ് ഈസ് അരിസ്റ്റോക്രസി ആൻഡ് ഓഫ് ദ സിസ്റ്റം ഓഫ് സാൽവറി. അതായത് അരിസ്റ്റോക്രാറ്റിക് സംവിധാനവും സാൽവറിയും അടിമത്വവും ഇതിലുണ്ട്. ദ സ്ലേവ്സ് ഡിഡ് മോസ്റ്റ് ഓഫ് ദ വർക്ക്. ഭൂരിഭാഗം ജോലികളും അടിമകളായിരിക്കും ചെയ്യുക. ദ കൺസെപ്റ്റ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി സ്റ്റാർട്ടഡ് ടു ഡെവലപ്പ്. സ്വകാര്യ സ്വത്തിന്റെ ആശയം ആരംഭിച്ചത് ഏത് കാലഘട്ടത്തിലാണ്? ആൻഷ്യന്റ് മോഡ് ഓഫ് പ്രൊഡക്ഷനിലാണ്. അടുത്ത മൂന്നാമത്തെ പോയിന്റ്, തേർഡ് പോയിന്റ് ആണ് ഫ്യൂഡൽ മോഡ് ഓഫ് പ്രൊഡക്ഷൻ. എന്താ ഫ്യൂഡൽ മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാല്? ഫ്യൂഡൽ കാലഘട്ടത്തിലെ ഉൽപാദന രീതികൾ. ഫ്യൂഡൽ കാലഘട്ടത്തിലെ ഉൽപാദന രീതികളെ 4 ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഡിവൈഡഡ് ഇൻടു 4 കാറ്റഗറി. ഫസ്റ്റ് വൺ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഫ്യൂഡൽ ലോഡ്. വെസൽസ് ഓർ സഫേഴ്സ് കം ടു ഫോർഫ്രണ്ട് അറ്റ് ദിസ് ടൈം. അതായത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഫ്യൂഡൽ ലോഡ്, ഫ്യൂഡൽ പ്രഭുക്കന്മാരും വെസൽസ് ഓർ സഫേഴ്സ്, സർഫുകൾ എന്നിവ. അവരേനെ ഏത് പേരിലൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത്? വെസൽസ് ഓർ സർഫുകൾ എന്നീ പേരുകളിലാണ് ഫ്യൂഡൽ പ്രഭുക്കന്മാരെ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ പ്രത്യേക ലക്ഷ്യം എന്ന് പറയുന്നത് ഭൂമിയുടെ ഉടമസ്ഥാവകാശം, ഭൂമിയുടെ എല്ലാവിധത്തിലുള്ള ഉടമസ്ഥാവകാശവും കേന്ദ്രീകൃതമായിട്ടുള്ള ഭൂപ്രഭുക്കന്മാരെയാണ് ഏത് പേരിൽ അറിയപ്പെടുക? ഫ്യൂഡൽ ലോഡ് എന്നറിയപ്പെടുന്നത്. ഇപ്പൊ ഫ്യൂഡൽ ലോഡ് പറഞ്ഞാൽ എല്ലാവിധ ലാൻഡ് ഓണർമാരെയും നമുക്ക് എന്ത് പറയാം? ഫ്യൂഡൽ ലോഡ് എന്ന് പറയാം. അപ്പൊ ഭൂമിയുടെ മൊത്തത്തിലുള്ള അവകാശികളായിരിക്കും ആര്? ഫ്യൂഡൽ പ്രഭുക്കന്മാർ. അതേപോലെ ഇതിൽ സെക്കൻഡ് പോയിന്റ് ആണ് പറയുന്നത്. ഫ്യൂഡൽ മോഡ് ഓഫ് പ്രൊഡക്ഷനിലെ സെക്കൻഡ് പോയിന്റ് ആണ് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് പെസന്റ് ക്ലാസ് ബൈ ദ ലാൻഡ് ലോഡ്.
ഈ ലാൻഡ് ലോഡിന്റെ നേതൃത്വ ഭൂപ്രഭുക്കന്മാർ ആരെ ചൂഷണം ചെയ്തിരുന്നു? പെസന്റ്. പെസന്റ് പറഞ്ഞാൽ ആരാണ്? കർഷകർ. കർഷകരേനെ ആര് ചൂഷണം ചെയ്തിരുന്നു? ഫ്യൂഡൽ ലോഡുകൾ ഭൂപ്രഭുക്കന്മാർ ചൂഷണം ചെയ്തിരുന്നു. ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് പെസന്റ് ക്ലാസ് ബൈ ദ ലോഡ്സ്, ലാൻഡ് ലോഡ്സ്. അതായത് കർഷകരേനെ ലാൻഡ് ലോഡുകൾ എക്സ്പ്ലോയിറ്റേഷൻ ചെയ്തിരുന്നു. ആൻഡ് തേർഡ് പോയിന്റ്, ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ചേഞ്ച് ഇൻ ടെക്നോളജി. സാങ്കേതിക വിദ്യകളിൽ മാറ്റങ്ങൾ ഈ സാഹചര്യത്തിൽ ഉണ്ടായിരുന്നു. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ചേഞ്ചസ് ഇൻ ടെക്നോളജി. ആൻഡ് ലാസ്റ്റ് പോയിന്റ്, ദ റിനൈസൻസ് അപ്പിയേഴ്സ് ഡ്യൂറിംഗ് ദ മോഡ് ഓഫ് പ്രൊഡക്ഷൻ. നവോത്ഥാനം ഈ ഉൽപാദന രീതിക്കാലത്താണ് സംഭവിച്ചത്. റിനൈസേഷൻ അഥവാ നവോത്ഥാന കാലഘട്ടം ഈ ഒരു ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ കാലഘട്ടത്തിലാണ് സംഭവിച്ചത്. ഇതാണ് ഫ്യൂഡൽ മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അടുത്തതാണ് ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ. എന്താണ് ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷനിൽ ഏകദേശം ഒരു 10 പോയിന്റ്സോളം സബ് പോയിന്റ് പറയുന്നുണ്ട്. മൂലധന ഉൽപാദന രീതി, മൂലധന സമ്മിശ്ര ഉൽപാദന രീതി എന്നൊക്കെ പറയും ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ. അതിൽ ഫസ്റ്റ് വണ്ണാണ് പറയുന്നത്, ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. ഉൽപാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥതയാണ് ഇതിന്റെ മുഖ്യ സവിശേഷത. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. ഉൽപാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥതയാണ് ഇതിന്റെ പ്രത്യേകത, ഈ ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷന്റെ പ്രത്യേകത. ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. ഉൽപാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥതയാണ് ഇതിന്റെ മുഖ്യ സവിശേഷത. ആൻഡ് സെക്കൻഡ് വൺ, ദ ക്ലാസ് സിസ്റ്റം കോൺസ്റ്റിറ്റ്യൂട്ട് ഓഫ് 2 ക്ലാസസ്, ക്യാപിറ്റലിസ്റ്റ് ആൻഡ് വർക്കേഴ്സ്. സമൂഹത്തെ 2 വർഗങ്ങളാക്കിയിട്ടാണ് തിരിച്ചത്, ക്യാപിറ്റലിസ്റ്റ് എന്നും വർക്കേഴ്സ് എന്നും. മുതലാളിത്തമെന്നും തൊഴിലാളി മൂലധനക്കാർ എന്ന് പറഞ്ഞാൽ മുതലാളിമാരെ. അപ്പൊ മൂലധനം ഇറക്കുന്നവനെയാണ് ഏത് പേരിൽ അറിയപ്പെടുക? മുതലാളിത്തം എന്ന് പറയുക. അപ്പൊ ആ ക്യാപിറ്റലിസ്റ്റ് എന്നും അതേപോലെ തന്നെ വർക്കേഴ്സ് എന്നും എന്നിങ്ങനെയായിട്ടാണ് സൊസൈറ്റിയെ ഡിവൈഡ് ചെയ്തിരുന്നത്. ദ ക്ലാസ് സിസ്റ്റം കോൺസ്റ്റിറ്റ്യൂട്ട് ഓഫ് 2 ക്ലാസസ്, 2 ക്ലാസ്സുകളാണ് ഉണ്ടായിരുന്നത് ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷനിൽ. ആരൊക്കെയാണ്? ക്യാപിറ്റലിസ്റ്റും വർക്കേഴ്സും. ആൻഡ് തേർഡ് വൺ, ദർ ഈസ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ലേബർ. തൊഴിലാളിയെ ഇവിടെ കൂടുതൽ ചൂഷണം ചെയ്തിരുന്നു. ദർ ഈസ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ലേബർ. ദർ ഈസ് മാക്സിമം പ്രോഫിറ്റ് മോട്ടീവ്. എന്താ മാക്സിമം പ്രോഫിറ്റ് മോട്ടീവ് പറഞ്ഞാൽ പരമാവധി ലാഭത്തിനായിരുന്നു പ്രധാന ലക്ഷ്യം. ദർ ഈസ് മാക്സിമം പ്രോഫിറ്റ് മോട്ടീവ്. അതാണ് ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷന്റെ മറ്റൊരു പ്രത്യേകത. അതായത് അതിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? പ്രൈവറ്റ് ഓണർഷിപ്പ് ആയിരിക്കും. അതേപോലെ 2 ക്ലാസ്സുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ക്യാപിറ്റലിസ്റ്റും ഉണ്ടായിരിക്കും, വർക്കേഴ്സും ഉണ്ടായിരിക്കും. മാത്രമല്ല ലേബേഴ്സിനെ അവിടെ എന്ത് ചെയ്യുന്നു? എക്സ്പ്ലോയിറ്റേഷൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മാക്സിമം പ്രോഫിറ്റ് മോട്ടീവ് ആയിരിക്കും. പരമാവധി ലാഭം ഉണ്ടാക്കുക എന്നതായിരിക്കും ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷന്റെ മറ്റൊരു പ്രത്യേകത. ആൻഡ് ഫോർത്ത് വൺ, ദർ ഈസ് ഡോമിനേഷൻ ഓഫ് ക്യാപിറ്റലിസ്റ്റ് ക്ലാസസ്. അതേപോലെ തന്നെ പിന്നെന്താണ് അവിടെ പറയുന്നത്? ഒരു ആധിപത്യമാണ് വഹിച്ചിരുന്നത് എന്ന്. ഡോമിനേഷൻ എന്ന് പറഞ്ഞാൽ ആധിപത്യം. അതായത് ക്യാപിറ്റലിസ്റ്റുകൾ അവിടെ ഒരു ആധിപത്യ രീതിയിലായിരുന്നു എന്ത് ചെയ്തിരുന്നത്? പല കാര്യങ്ങളും നേതൃത്വം കൊടുത്തിരുന്നത്. ദർ ഈസ് ഡോമിനേഷൻ ഓഫ് ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്. ഡോമിനേഷൻ എന്ന് പറയുന്നത് ആരിലാണ്? ആധിപത്യം എന്ന് പറയുന്നത് ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്സിലായിരിക്കും. അതേപോലെ തന്നെ ദർ ഈസ് perpetual accumulation of wealth by the capitalist class. The capitalist become richer and the working class become poorer. എന്താണ് അതിലെ അടുത്ത പോയിന്റിൽ പറയുന്നത്? There is perpetual accumulation of wealth by the capitalist class. സമ്പത്തിന്റെ സ്ഥിരമായ ശേഖരണം മൂലധനം ഇറക്കുന്നവരുടെ കൈകളിലായിരിക്കും. ദർ ഈസ് പെർപെൻഡൽ അക്കുമുലേഷൻ വെൽത്ത് ബൈ ദ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്. മൂലധനം എന്ന് പറയുന്നത്
ആരുടെ കൈകളിലാണ്? ക്യാപിറ്റലിസ്റ്റ് ക്ലാസിന്റെ കയ്യിലായിരിക്കും. ദ ക്യാപിറ്റലിസ്റ്റ് ബിക്കം റിച്ചർ. അതുകൊണ്ട് ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെ ആയിരിക്കാം? റിച്ചർ, അവർ കൂടുതൽ സമ്പന്നരും. ദ വർക്കിംഗ് ക്ലാസ് ബിക്കം പുവറർ. തൊഴിലാളികൾ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കാം? പുവറർ, ദരിദ്രരുമായിരുന്നു. അപ്പോൾ ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷനിലെ വെൽത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആരുടെ കയ്യിലാണ്? ക്യാപിറ്റലിസ്റ്റ് ക്ലാസിന്റെ കയ്യിലായിരിക്കും. വെൽത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ക്യാപിറ്റലിസ്റ്റ് ആയതുകൊണ്ട് ക്യാപിറ്റലിസ്റ്റ് ബിക്കം റിച്ചർ. ക്യാപിറ്റലിസ്റ്റ് റിച്ചർ ആയിട്ടും വർക്കിംഗ് ക്ലാസ് എങ്ങനെയായിട്ടാണ് കാണുന്നത്? പുവർ പേഴ്സൺ ആയിട്ടുമാണ് കൺസിഡർ ചെയ്തിരുന്നത്. അപ്പോൾ ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷനിലെ മൂലധനം ഇറക്കുന്നത് ക്യാപിറ്റലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ക്യാപിറ്റലിസ്റ്റിനെ പരിഗണിച്ചത് എങ്ങനെയാണ്? കൺസിഡർ ചെയ്തത് എങ്ങനെയാണ്? റിച്ചർ ആയിട്ടും. എന്നാൽ വർക്കിംഗ് ക്ലാസ്സിനെ കൺസിഡർ ചെയ്തത് എങ്ങനെയാണ്? പുവർ പീപ്പിൾസ് ആയിട്ടാണ്. ആൻഡ് അടുത്ത പോയിന്റ് ആണ് ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷനിലെ ദ മെന്റൽ ആൻഡ് മാനുവൽ ലേബർ ആർ സെപ്പറേറ്റഡ്. മാനസിക തൊഴിലാളികളും ശാരീരിക തൊഴിലാളികളും തമ്മിൽ എന്ത് ചെയ്യപ്പെട്ടിരുന്നു? സെപ്പറേറ്റ്. മെന്റൽ ആൻഡ് മാനുവൽ ലേബർ. മെന്റൽ ആൻഡ് മാനുവൽ ലേബർ എന്ന് പറഞ്ഞാൽ എന്താ? തൊഴിലാളികളിൽ തന്നെ രണ്ട് വിധമുണ്ട്. മെന്റൽ ലേബർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ബുദ്ധിപരമായിട്ട് ഓരോ സിസ്റ്റവും കാര്യങ്ങളും ടെക്നോളജി കൈകാര്യം ചെയ്യുന്നവരെയാണ് മെന്റൽ ലേബേഴ്സ് എന്ന് പറയുക. എന്നാൽ മാനുവൽ ലേബേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മറ്റ് എന്താ പറയുക, ഇപ്പോൾ ഒരു കമ്പനിയിൽ ഒരുപാട് തൊഴിലാളികളുണ്ട്. ആ തൊഴിലാളികളെ രണ്ട് കാറ്റഗറി ആക്കിയിട്ടാണ് തിരിക്കുക. മാനുവൽ ലേബേഴ്സും ഉണ്ടായിരിക്കും, മെന്റൽ ലേബേഴ്സും ഉണ്ടായിരിക്കും. മെന്റൽ ലേബേഴ്സ് പറഞ്ഞാൽ അവരുടെ ഹയർ പൊസിഷൻ ആയിരിക്കും, അവർ ടെക്നോളജി ആയിരിക്കും യൂസ് ചെയ്യുക. അവർ ആ ടെക്നോളജിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളായിരിക്കും നിർവഹിക്കുക. അവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല അവർ ടെക്നോളജിയുടെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും അവരുടെ വർക്ക് ചെയ്യുക. എന്നാൽ മാനുവൽ ലേബേഴ്സ് പറഞ്ഞാൽ അവരുടെ ആരോഗ്യത്തിനെ ബേസ് ചെയ്തുകൊണ്ട് പലതരത്തിലുള്ള ചുമടൊക്കെ എടുക്കുക, പാക്കിങ്, അങ്ങനെ ഒരു കമ്പനി ആണെങ്കിൽ അതിൽ ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. അങ്ങനെ എന്താ പറയുക, താഴെ ലെവലിലുള്ള ശാരീരിക അധ്വാനത്തോടു കൂടി ജോലി ചെയ്യുന്ന ആളുകളെയാണ് എന്ത് പറയുക? മാനുവൽ ലേബേഴ്സ് എന്ന് പറയുക. അപ്പോൾ ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷനിലെ രണ്ട് രീതിയിലാണ് വർക്കേഴ്സിനെ ഡിവൈഡ് ചെയ്തത്. മെന്റൽ ലേബേഴ്സ് എന്നും മാനുവൽ ലേബേഴ്സ് എന്നും. മെന്റൽ ലേബേഴ്സിന് റെസ്പോൺസിബിലിറ്റി കൂടുതലായിരിക്കും, ഉത്തരവാദിത്തങ്ങൾ കൂടുതലായിരിക്കും. അതേപോലെ തന്നെ അവരുടെ മെന്റൽ എബിലിറ്റിക്കാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. മാനസിക ബുദ്ധിക്ഷമതയ്ക്കാണ് അവിടെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. എന്നാൽ മാനുവൽ ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരിക്കില്ല. അയാളുടെ ശാരീരികമായിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ആ വ്യത്യാസം എവിടെ നിലനിന്നിരുന്നു? ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷനിൽ നിലനിന്നിരുന്നു. And then last point, the economy as elaborate division of labor based on specialization of work. തൊഴിൽ വിഭജനം വളരെ വികസിച്ചിരുന്നു. മാത്രമല്ല അത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു? സ്പെഷ്യലൈസേഷൻ. സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിദഗ്ധരായിട്ടുള്ള ആളുകളെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു. ഇപ്പം ഏതൊരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിലും പബ്ലിക് കമ്പനി ആണെങ്കിലും അവിടെയൊക്കെ എങ്ങനെയുള്ള ആളുകളെ തന്നെയാണ് സ്വീകരിക്കുക? സ്പെഷ്യലൈസ്ഡ് വർക്കേഴ്സ്, പരിശീലനം സിദ്ധിച്ച ആളുകളെ തന്നെയാണ് എന്ത് ചെയ്യുക? അപ്പോയിൻമെൻറ്റ് ചെയ്യുക. അതുകൊണ്ട് ഒരു മോഡ്സ് ഓഫ് പ്രൊഡക്ഷനിൽ എന്ത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് പറയുന്നത്? എക്കോണമി ഓഫ് എലാബറേറ്റ് ഡിവിഷൻ. ലേബേഴ്സിനെ ഡിവിഷൻ നടത്തുമ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? സ്പെഷ്യലൈസേഷൻ ഓഫ് വർക്ക്, തൊഴിലിൻ്റെ വിദഗ്ധതയുടെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ ഒരു എക്കോണമിയിലെ ലേബേഴ്സിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ, ഡിവിഷൻ ഓഫ് ലേബർ എന്നാണ് പറയണത്. ഒരു എക്കോണമിയിലെ ലേബേഴ്സിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ അത് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? സ്പെഷ്യലൈസേഷൻ ഓഫ് വർക്ക്, അവരുടെ പരിശീലനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ വർക്ക് ഡിവൈഡ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക? ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ കുട്ടികളെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാസ്റ്റ് യൂണിറ്റ് ആണ്. ഈ യൂണിറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എടുത്തിട്ടുള്ളത്. എക്കോണമി ബേസ്ഡ് ഓൺ മോഡ് ഓഫ് പ്രൊഡക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഈ 4 പോയിന്റ്സ് നിങ്ങൾ എഴുതിയിടണം. എന്നിട്ട് ഇതിൽ ഓരോന്നും സബ് പോയിന്റുകൾ കൊടുക്കുക കേട്ടോ.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ ഡിസ്കഷൻ നടത്താനുള്ളത്. അടുത്ത ടോപ്പിക് നമുക്ക് എടുക്കാനുള്ളത് ശ്രദ്ധിച്ചോളൂ. എക്കോണമി based on accessibility of employment security, work security and social security. എന്താണ് ആ ടോപ്പിക്കിൽ പറയണത്? തൊഴിൽ സുരക്ഷ, ജോലി സുരക്ഷ, സാമൂഹിക സുരക്ഷ എന്നിവയിലെ പ്രവേശന സൗകര്യം അടിസ്ഥാനമാക്കിയുള്ള സമ്പദ് വ്യവസ്ഥ. എക്കോണമി ബേസ്ഡ് ഓൺ ആക്സസബിലിറ്റി ഓഫ് എംപ്ലോയ്മെന്റ് സെക്യൂരിറ്റി, വർക്ക് സെക്യൂരിറ്റി ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി. തൊഴിൽ സുരക്ഷ, ജോലി സുരക്ഷ, സാമൂഹിക സുരക്ഷ എന്നിവയിലെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സമ്പദ് വ്യവസ്ഥയെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. അതിലെന്തൊക്കെ വരിക? ഫോർമൽ എക്കോണമിയും വരും, ഇൻഫോർമൽ എക്കോണമിയും വരും. ഫോർമൽ എക്കോണമി എന്ന് പറഞ്ഞാൽ എന്താണ്? ഔപചാരിക സമ്പദ് വ്യവസ്ഥ. ഇൻഫോർമൽ എക്കോണമി എന്ന് പറഞ്ഞാൽ എന്താണ്? അനൗപചാരിക സമ്പദ് വ്യവസ്ഥ. ഇനി ഫോർമൽ എക്കോണമിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരിക നോക്കൂ. അപ്പൊ കുട്ടികളെ, നമ്മൾ തൊഴിൽ സുരക്ഷയും ജോലി സുരക്ഷയും സാമൂഹിക സുരക്ഷയും അടിസ്ഥാനമാക്കി 2 രീതിയിലാണ് എക്കോണമിയെ തരംതിരിച്ചത്. ഏതൊക്കെയാണ്? ഫോർമൽ എക്കോണമി ആൻഡ് ഇൻഫോർമൽ എക്കോണമി. ഇനി ഫോർമൽ എക്കോണമി എന്നാൽ എന്താ? ഔപചാരികമായിട്ടുള്ള തൊഴിൽ സുരക്ഷയെയാണ് എന്ത് പറയുക? ഫോർമൽ എക്കോണമി. ഇൻഫോർമൽ എക്കോണമി എന്നാൽ അനൗപചാരികമായിട്ടുള്ളത്. ഇനി അതിന്റെ സബ് പോയിന്റ്സ് എന്താ എന്ന് നമുക്ക് നോക്കാം. ഫോർമൽ എക്കോണമി. ഫോർമൽ എക്കോണമിയിൽ ഫസ്റ്റ് വരുന്ന പോയിന്റ് ആണ് ഇറ്റ് ഹാസ് ആൻ ഓർഗനൈസ്ഡ് സിസ്റ്റം ഓഫ് എംപ്ലോയ്മെന്റ് വിത്ത് ക്ലിയർലി റിട്ടൺ റൂൾസ് ഓഫ് റിക്രൂട്ട്മെന്റ്, എഗ്രിമെന്റ് ആൻഡ് ജോബ് റെസ്പോൺസിബിലിറ്റി. അതായത് തൊഴിൽ നിയമനം, കരാറ്, ജോലി ചുമതലകളെ എന്നിവ സംബന്ധിച്ച വ്യക്തമായി രേഖപ്പെടുത്തിയ നിയമങ്ങളോട് കൂടിയ ഒരു തൊഴിൽ തന്ത്രമാണ് എന്ത്? ഫോർമൽ എക്കോണമി. ഫോർമൽ എക്കോണമി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് ആൻ ഓർഗനൈസ്ഡ് സിസ്റ്റം ഓഫ് എംപ്ലോയ്മെന്റ് വിത്ത് ക്ലിയർലി റിട്ടൺ റൂൾസ് ഓഫ് റിക്രൂട്ട്മെന്റ്, എഗ്രിമെന്റ് ആൻഡ് ജോബ് റെസ്പോൺസിബിലിറ്റി. തൊഴിൽ നിയമനം, അതേപോലെ തന്നെ പിന്നെന്താ? തൊഴിൽ നിയമനത്തെക്കുറിച്ചും കരാർ എഗ്രിമെന്റിനെ കുറിച്ചും റിക്രൂട്ട്മെന്റ് ചുമതലകളെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയ നിയമങ്ങളോട് കൂടിയ ഒരു തൊഴിൽ തന്ത്രത്തെയാണ് എന്ത് പറയുന്നത്? ഫോർമൽ എക്കോണമി. ആൻഡ് സെക്കൻഡ് പോയിന്റിൽ എന്താ പറയുന്നത്? ഇറ്റ് ഹാസ് എ സ്റ്റാൻഡേർഡൈസ്ഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ the employer and the employee maintained through a formal contract. It has a standardized relationship between the employer and the employee maintained through a formal contract. തൊഴിലുടമയുടെയും തൊഴിലാളികളുടെയും തമ്മിലുള്ള ഔദ്യോഗിക കരാറിലൂടെ നിലനിർത്തുന്ന തൊഴിൽ മാനദണ്ഡങ്ങളാണ് എവിടെ വരുന്നത്? ഫോർമൽ എക്കോണമി. ഇറ്റ് ഹാസ് എ സ്റ്റാൻഡേർഡൈസ്ഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ എംപ്ലോയർ ആൻഡ് എംപ്ലോയി മെയിൻറ്റെയിൻഡ് ത്രൂ എ ഫോർമൽ കോൺട്രാക്ട്. ഒരു ഫോർമൽ കോൺട്രാക്റ്റ് ആണ് ആരൊക്കെ തമ്മിലുള്ള? തൊഴിലാളിയുടെയും അതേപോലെ തന്നെ തൊഴിൽ നൽകുന്നവരുടെയും. തൊഴിൽ നൽകുന്നവരാരാണ്? മുതലാളി. അപ്പൊ തൊഴിലാളിയുടെയും തൊഴിലുടമയുടെയും തമ്മിലുള്ള ഒരു കരാറാണ് എന്ത്? കരാറാണ് ഇവിടെ വരുന്നത്? ഫോർമൽ എക്കോണമി. ഇറ്റ് ഹാസ് എ സ്റ്റാൻഡേർഡൈസ്ഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയി എന്ന് പറയുന്നത്. എംപ്ലോയർ എന്ന് പറഞ്ഞാൽ ആരാണ്? തൊഴിലുടമ. എംപ്ലോയി എന്ന് പറഞ്ഞാൽ ആരാണ്? തൊഴിലാളി. അപ്പൊ തൊഴിലുടമയുടെയും തൊഴിലാളിയുടെയും ഒരു കരാർ, കോൺട്രാക്റ്റ് ആണ് എന്ത്? ഫോർമൽ എക്കോണമി. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, the employee is expected to work for fixed hours and received fixed salary in addition to incentive and perks. അതേപോലെ തന്നെ തൊഴിലാളിക്ക് ഒരു നിശ്ചിത സമയത്ത് ജോലി ചെയ്യുകയും നിശ്ചിത സാലറിയോടെയും വിവിധ ആനുകൂല്യങ്ങളും പ്രോത്സാഹനങ്ങളും ലഭിക്കുകയും ചെയ്യുന്നു. ഇതിനെയും നമുക്ക് എന്ത് പറയാം? ഫോർമൽ എക്കോണമി. അപ്പോൾ ദ എംപ്ലോയി ഈസ് എക്സ്പെക്റ്റഡ് ടു വർക്ക് ഫോർ ഫിക്സഡ് ഹവേഴ്സ്
ഒരു നിശ്ചിത സമയത്ത് ജോലി ചെയ്യുകയും റിസീവ് ഫിക്സഡ് സാലറി, ഒരു നിശ്ചിത സാലറി ലഭ്യമാക്കുകയും അതേപോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങളും അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ നേടുക, ഇൻസെൻറ്റീവുകളൊക്കെ ലഭ്യമാകുകയും ചെയ്യുന്നു. പിന്നെ എന്താണ് ഫോർമൽ അക്കോമഡേഷന്റെ പ്രത്യേകത? The employee work under a decent work environment and is entitled to benefit such as leave, savings, loan. അതേപോലെ തന്നെ തൊഴിലാളി മര്യാദയുള്ള ജോലി അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുകയും അവധികൾ, സേവിങ്സ്, ലോൺസ് ഉൾപ്പെടെയുള്ള വിവിധ ആനുകൂല്യങ്ങൾക്ക് അർഹനാവുകയും ചെയ്യുന്നു. ദ എംപ്ലോയി വർക്ക് അണ്ടർ ദ ഡീസന്റ് വർക്ക് എൻവയോൺമെന്റ് ആൻഡ് ഈസ് എൻറ്റൈറ്റിൽഡ് ടു ബെനിഫിറ്റ് സച്ച് ആസ് ലീവ്, സേവിങ്സ് ആൻഡ് ലോൺസ്. ഇതും ഫോർമൽ എക്കോണമിയാണ് കേട്ടോ. ആൻഡ് ലാസ്റ്റ് പോയിന്റ്, ദ എംപ്ലോയി ഈസ് കവേർഡ് അണ്ടർ സോഷ്യൽ പ്രൊട്ടക്ഷൻ ബെനിഫിറ്റ് such as life insurance, health insurance, പെൻഷൻ, ഗ്രാറ്റുവിറ്റി എക്സെട്ര. അതേപോലെ തന്നെ തൊഴിലാളിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നൽകുന്നത്? ഇത് എംപ്ലോയി ഈസ് കൺവേർട്ടഡ് അണ്ടർ സോഷ്യൽ പ്രൊട്ടക്ഷൻ. സോഷ്യൽ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സാമൂഹികമായ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക. എന്തൊക്കെ രീതിയിൽ? ലൈഫ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, പെൻഷൻ, ഗ്രാറ്റുവിറ്റി, ആരോഗ്യ ഇൻഷുറൻസും അതേപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് അതേപോലെ തന്നെ പിന്നെന്താണ് ലൈഫ് ഇൻഷുറൻസ്, പെൻഷനുകളെ, ഗ്രാറ്റുവിറ്റി എന്നീ കാര്യങ്ങളിലൂടെയൊക്കെ അവർക്ക് ജോലി അന്തരീക്ഷത്തിൽ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഏതിൽ വരുന്നതാണ്? ഫോർമൽ എക്കോണമി. And last point, the employee is covered under social protection benefit such as life insurance, health insurance, pension, gratuity. അപ്പോൾ ഇതൊക്കെ തൊഴിലാളിക്ക് അവരുടെ ലൈഫ് ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും പെൻഷനും ഗ്രാറ്റുവിറ്റി തുടങ്ങിയ തൊഴിൽ സുരക്ഷാ ആനുകൂല്യങ്ങളും സംരക്ഷണങ്ങളും ഒക്കെ നൽകുന്നതും ഏതിലാ വരിക? ഫോർമൽ എക്കോണമി. ഇനി എന്താണ് ഇൻഫോർമൽ എക്കോണമി പറഞ്ഞാൽ? അനൗപചാരിക സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഇൻഫോർമൽ എക്കോണമിയിലും ഏകദേശം 5 പോയിന്റ്സ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഇറ്റ് ഡസ് നോട്ട് ഹാവ് എനി റിട്ടൺ റൂൾ ഓർ എഗ്രിമെന്റ്. ഇതിൽ എഴുതി വെക്കപ്പെട്ട നിയമങ്ങളോ കരാറുകളോ ഇല്ലാത്ത എക്കോണമിയാണ് ഏത്? ഇൻഫോർമൽ എക്കോണമി. എഴുതി വെച്ചിട്ടുള്ള നിയമങ്ങളോ കരാറുകളോ ഒന്നുമില്ലാത്ത എക്കോണമിയെയാണ് എന്ത് പറയുക? ഇൻഫോർമൽ എക്കോണമി. ഇറ്റ് എക്സിറ്റ് മെർലി ഓൺ വെർബൽ അണ്ടർസ്റ്റാൻഡിങ്. ഇത് വെറും വെർബൽ അണ്ടർസ്റ്റാൻഡിങ്, വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം തീരുമാനിക്കപ്പെടുന്നതായിരിക്കും. ആൻഡ് തേർഡ് വൺ, ഇറ്റ് ഡസ് നോട്ട് ഹാവ് ഫിക്സഡ് വേജ് ഓർ ഫിക്സഡ് അവേഴ്സ് ഓഫ് വർക്ക് ആൻഡ് മോസ്റ്റ്ലി റിലീഫ് ഓൺ ഡെയിലി ഏണിംഗ്. അതേപോലെ തന്നെ ഒരു നിശ്ചിത ശമ്പളമോ നിശ്ചിത ജോലി സമയമോ അതേപോലെ തന്നെ ഡെയിലി ഏണിങ്സോ ഒന്നും ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല. ഇങ്ങനെ ഫോർമലായിരിക്കുമ്പോൾ എല്ലാ റൂൾസുകളും എഴുതപ്പെട്ടതായിരിക്കും, എഗ്രിമെൻറ്റുകൾ ഉണ്ടായിരിക്കും, കരാർ ഉണ്ടായിരിക്കും. പക്ഷെ ഇൻഫോർമൽ ആയിരിക്കുമ്പോൾ ആ റൂൾസും എഗ്രിമെൻ്റ് ഒന്നും എഴുതിയിട്ടുണ്ടാവില്ല, ഇൻഫോർമലിൽ ഉണ്ടാവില്ല. അതേപോലെ തന്നെ അത് മാത്രമല്ല, അത് വെറും വാക്കിലൂടെയോ ധാരണയിലൂടെയോ മാത്രമായിരിക്കും ഏത്? ഇൻഫോർമൽ എക്കോണമി. ഇറ്റ് എക്സിറ്റ് മെർലി ഓൺ വെർബൽ അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് പറയുന്നത്. അതൊരു ധാരണയിലൂടെ മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ ഫിക്സഡ് സാലറിയോ ഹവേഴ്സോ വർക്കിംഗ് അവേഴ്സോ അതൊന്നും ഏതിലുണ്ടാവില്ല? ഇൻഫോർമൽ എക്കോണമിയിൽ ഉണ്ടായിരില്ല കേട്ടോ. അതിൻ്റെ അടുത്ത പോയിന്റാണ് ദ വർക്ക് അറ്റ്മോസ്ഫിയർ ഈസ് അൺഓർഗനൈസ്ഡ്, കൺഗസ്റ്റഡ് ആൻഡ് അൺഹൈജനിക്. അതേപോലെ തന്നെ പിന്നെന്താ? ജോലി അന്തരീക്ഷം ക്രമരഹിതവും തിരക്കേറിയതും ശുചിത്വമില്ലാത്തതുമായിരിക്കും. അതായത് ഈ പൊതുസ്ഥലങ്ങളിലൊക്കെ മാർക്കറ്റിലൊക്കെ ഇങ്ങനെ പെട്ടെന്ന് താൽക്കാലികമായിട്ടൊക്കെ ജോലി ചെയ്യുന്ന ആളുകളെയാണ് എന്ത് പറയുക? ഇൻഫോർമൽ എക്കോണമി എന്ന് പറയുക. അവിടെ ഒരു എഗ്രിമെൻറ്റോ കരാറോ നിർദ്ദേശമോ ഒന്നും ഉണ്ടായിരിക്കില്ല. അവർക്ക് ഒരു കുറച്ച് കാലത്തേക്ക് മാത്രം ഇപ്പം നമുക്കറിയാം ഈ മാർക്കറ്റിലൊക്കെ കടകളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടാവില്ല, താൽക്കാലിക ആയിട്ടൊക്കെ. അങ്ങനെയൊക്കെയുള്ള ആളുകളെയാണ് ഏത് കാറ്റഗറിയിൽ വരിക? ഇൻഫോർമൽ എക്കോണമിയിൽ വരിക. അവർക്ക് എഗ്രിമെൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഒരു നിശ്ചിത ശമ്പളം ഉണ്ടാവില്ല, മാത്രമല്ല സമയം ഉണ്ടാവില്ല, അങ്ങനെ ഒരു കൃത്യമായിട്ട് ഇല്ലാത്ത വർക്കിംഗ് കണ്ടീഷനെയാണ് എന്ത് പറയുക? ഇൻഫോർമൽ എക്കോണമി എന്ന് പറയുക. ദ വർക്ക് അറ്റ്മോസ്ഫിയർ ഈസ് അൺഓർഗനൈസ്ഡ്
ജോലി അന്തരീക്ഷം ക്രമരഹിതവും അതേപോലെ തന്നെ തിരക്കേറിയതും ശുചിത്വമില്ലാത്തതുമായിരിക്കും. അൺഹൈജനിക് ആയിരിക്കും, അങ്ങനെ ശുചിത്വമില്ലാത്തതുമായിരിക്കും. ഇതിനെയൊക്കെയാണ് ഇൻഫോർമൽ എക്കോണമി എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് പോയിന്റ്, ദ വർക്കേഴ്സ് ഇൻ ദ ടൈപ്പ് ഓഫ് എക്കോണമി യൂഷ്വലി lack collective bargaining. They have poor awareness levels regarding social protection scheme. They are unable to have saving and do not see the necessity of insuring themselves. അതേപോലെ തന്നെ സമ്പദ് വ്യവസ്ഥയിലെ തൊഴിലാളികൾക്ക് സാധാരണയായി കൂട്ടായ സമരശേഷിയോ ചർച്ചാ അവകാശങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. അതേപോലെ തന്നെ അവർക്ക് സാമൂഹ്യ സുരക്ഷാ പദ്ധതികളെ കുറിച്ച് അറിവ് കുറവായിരിക്കും. സമ്പാദ്യമോ ഇൻഷൂറോ ഒന്നും തന്നെ ഇല്ലാത്ത താൽക്കാലികമായി ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും ഇതിലുണ്ടായിരിക്കുക ഇൻഫോർമൽ എക്കോണമി. ഇൻഫോർമൽ എക്കോണമിയിൽ ഉൾപ്പെട്ട വർക്കേഴ്സിന് ഒരു സമരശേഷിയോ ചർച്ചാവകാശങ്ങളോ ഉണ്ടാവില്ല, സാമൂഹ്യ സുരക്ഷ ഉണ്ടായിരിക്കില്ല, അവർക്ക് സമ്പാദ്യമോ ഇൻഷുറൻസോ പ്രൊവിഡന്റ് ഫണ്ടോ അങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അത്തരത്തിലുള്ള തൊഴിൽ മേഖലയിലുള്ളവരായിരിക്കും ആരുണ്ടാവുക ഇൻഫോർമൽ എക്കോണമിയിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഡിസ്കഷൻ നടത്താനുണ്ടായിരുന്നത്. ഇനി നമുക്ക് എടുക്കാനുള്ള ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ടോപ്പിക്ക് എന്ന് പറയുന്നത് ഇൻഫോർമൽ എക്കോണമി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഇൻഫോർമൽ എക്കോണമിയെ കുറിച്ച് പഠിക്കാനാണ്. അതേപോലെ തന്നെ പിന്നെ വുമൺ ആൻഡ് ഇൻഫോർമൽ എക്കോണമി ഇൻ ഇന്ത്യ. അതായത് ഇൻഫോർമൽ എക്കോണമിയിലെ സ്ത്രീകളുടെ പങ്കാളിത്തത്തെ കുറിച്ച് ആണ് നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത്. അതേപോലെ തന്നെ സ്ട്രാറ്റജി ഫോർ ട്രാൻസിഷൻ ടുവേർഡ് ഫോർമൽ എക്കോണമി. ഈ 3 ടോപ്പിക്കും കൂടി എടുത്തു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇൻഫോർമൽ എക്കോണമി ഇൻ ഇന്ത്യ. എന്താണ് ഇന്ത്യയിലെ ഇൻഫോർമൽ എക്കോണമിയെ കുറിച്ച് പറയുന്നത്? അസംഘടിത മേഖല എന്ന് പറയും. ഫോർമൽ എക്കോണമി പറഞ്ഞാൽ സംഘടിതം അഥവാ ഔപചാരിക മേഖല. ഇൻഫോർമൽ എക്കോണമി പറഞ്ഞാൽ അസംഘടിതമായ മേഖല. അപ്പോൾ ഇന്ത്യയിലെ അസംഘടിത മേഖലയെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ അനലൈസ് ചെയ്യുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ടീച്ചർ ടോപ്പിക്ക് മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ. അപ്പോൾ കുട്ടികൾ നന്നായി ശ്രദ്ധിക്കുക. പേജ് നമ്പർ 2 നോട്ട് 6 206 പേജ് നമ്പർ 206 ഇൻഫോർമൽ എക്കോണമി ഇൻ ഇന്ത്യ എന്ന ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇന്ത്യയിലെ അസംഘടിത തൊഴിൽ മേഖല. ആദ്യം നമുക്കതിൻ്റെ ഇൻട്രഡക്ഷനിലേക്ക് കടക്കാം. അതിനുശേഷം നമുക്കതിൻ്റെ പോയിന്റ്സ് ടീച്ചർ എഴുതിയിട്ടിട്ടുണ്ട്. ഇത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഫോർമൽ എക്കോണമി ഇൻ ഇന്ത്യ. The informal economy in general constitute all forms of informal employment. The employees work without a secure contract. അതായത് സാധാരണയായി അസംഘടിത സമ്പദ് വ്യവസ്ഥ എന്നത് ഒരു ഔദ്യോഗികമായി കരാറില്ലാതെ ജോലി ചെയ്യുന്നവരെ ഉൾക്കൊള്ളുന്നതാണ്. The informal economy in general constitute all forms of informal employment. ഒരു അസംഘടിതമായിട്ടുള്ള എംപ്ലോയ്മെൻറ്റ്. The employees work without a secure contract. അപ്പോൾ സാധാരണയായി അസംഘടിത സമ്പദ് വ്യവസ്ഥ ഇൻഫോർമൽ എക്കോണമി എന്നത് ഒരു ഔദ്യോഗികമായി കരാറില്ലാതെ എഗ്രിമെൻ്റ് ഇല്ലാതെ ജോലി ചെയ്യുന്നവരെയാണ് എന്തു പറയുന്നത് ഇൻഫോർമൽ എക്കോണമി എന്ന് പറയുക. അസംഘടിതമായി ഉള്ള സമ്പദ് വ്യവസ്ഥ, സാധാരണയായി അസംഘടിത സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു എഗ്രിമെൻ്റ് ഒന്നും ഇല്ലാതെ തൊഴിൽ ചെയ്യുന്നവരെയാണ് എന്ത് പറയുന്നത് അസംഘടിത സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ അസംഘടിത സമ്പദ് വ്യവസ്ഥയിലെ തൊഴിലാളികൾ എന്നൊക്കെ പറയാം. അതായത് യാതൊരു എഗ്രിമെൻ്റ് ഒരു കോൺട്രാക്റ്റും ഇല്ലാതെ ജോലി ചെയ്യുന്ന എംപ്ലോയീസ്. ദ എംപ്ലോയീസ് വർക്ക് വിത്തൗട്ട് എ സെക്യൂർ കോൺട്രാക്റ്റ്. ഒരു എന്താ പറയുന്നത് ഒരു ഔദ്യോഗികമായി ഒരു കരാറൊന്നുമില്ലാത്ത ജോലി ചെയ്യുന്ന ആളുകളെയാണ് എന്ത് പറയുന്നത് ഇൻഫോർമൽ എക്കോണമി അല്ലെങ്കിൽ ഇൻഫോർമൽ എക്കോണമിയിലെ എംപ്ലോയ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ഓൾസോ ഇൻക്ലൂഡ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഇൻ ഇൻഫോർമൽ എൻ്റർപ്രൈസസ്, സ്മാൾ അൺരജിസ്റ്റേർഡ് ഓർ അൺഇൻകോർപ്പറേറ്റഡ് എൻ്റർപ്രൈസസ്. അതായത് ഇത് സ്വയം തൊഴിൽ ചെയ്യുന്നവരും പിന്നെ ഇൻഫോർമൽ എക്കോണമിയിൽ എങ്ങനെയുള്ളവരായിരിക്കും? ഇറ്റ് ആൾസോ ഇൻക്ലൂഡ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഇൻ ഇൻഫോർമൽ എൻ്റർപ്രൈസസ്. സ്വയം തൊഴിൽ ചെയ്യുന്നവരും
രജിസ്റ്റർ ചെയ്യാത്ത സ്ഥാപനങ്ങൾ, അതേപോലെ തന്നെ എങ്ങനത്തെ അൺഇൻകോപ്പറേറ്റഡ് എന്റർപ്രൈസസ്, സഹകരണ സ്ഥാപനങ്ങളല്ലാത്ത അൺഇൻകോപ്പറേറ്റഡ് സഹകരണമല്ലാത്ത സ്ഥാപനങ്ങളും രജിസ്റ്റർ ചെയ്യാത്ത സ്ഥാപനങ്ങളും സ്വയം തൊഴിൽ ചെയ്യുന്നവരും അങ്ങനെയൊക്കെയുള്ള മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവരാണ് എവിടെ ഉണ്ടായിരിക്കുക, ഇൻഫോർമൽ എക്കോണമിയിലെ ആളുകൾ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇറ്റ് ആൾസോ ഇൻക്ലൂഡ് സെൽഫ് എംപ്ലോയ്മെന്റ് ഇൻ ഇൻഫോർമൽ എന്റർപ്രൈസസ്, സ്മാൾ അൺരജിസ്റ്റേർഡ് ഓർ അൺഇൻകോപ്പറേറ്റഡ് enterprises and comprises of employers on account operate and unpaid family workers in informal enterprises or part-time workers. അപ്പോൾ എങ്ങനെയുള്ളവരായിരിക്കാം ഈ ഇൻഫോർമൽ എംപ്ലോയീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയമായി തൊഴിൽ ചെയ്യുന്നവരും, അതേപോലെ തന്നെ രജിസ്റ്റർ ചെയ്യാത്ത സ്ഥാപനങ്ങൾ, അതേപോലെ തന്നെ അൺകോപ്പറേറ്റഡ് ആയിട്ടുള്ള എന്റർപ്രൈസസുകളെ, അതേപോലെ തന്നെ പിന്നെ എങ്ങനെയാണ് ചില ഓണേഴ്സിൻ്റെ സ്വന്തം അക്കൗണ്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള തൊഴിലാളികൾ, അതേപോലെ തന്നെ പാർട്ട് ടൈം എംപ്ലോയേഴ്സ്, പാർട്ട് ടൈം തൊഴിലാളികൾ, അങ്ങനെയൊക്കെയുള്ള തൊഴിലാളികളെയാണ് എന്ത് പറയുന്നത്, ഇൻഫോർമൽ എക്കോണമി. ഒരു രജിസ്റ്റർ ചെയ്യാതെ ഒരു സ്വയം തൊഴിലായിട്ട് ചെയ്യുന്ന ആളുകളെയും, അതേപോലെ തന്നെ രജിസ്ട്രേഡ് ചെയ്യാത്ത കമ്പനികളിലോ, അതേപോലെ തന്നെ പിന്നെന്താണ് കോപ്പറേറ്റഡ് അല്ലാത്ത എന്റർപ്രൈസസുകളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, പാർട്ട് ടൈം ആയിട്ടൊക്കെ താൽക്കാലികമായിട്ടൊക്കെ ജോലി ചെയ്യുന്ന ആളുകളെയാണ് എന്ത് പറയുന്നത്, ഇൻഫോർമൽ എംപ്ലോയേഴ്സ് എന്ന് പറയുന്നത്. ഇൻഫോർമൽ എന്റർപ്രൈസ് ഓർ പാർട്ട് ടൈം വർക്കേഴ്സ് 2002 in India, workers working in the formal economy are classified as follows. 2010 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എക്കണോമിക് റിവ്യൂ പ്രകാരം താഴെ പറയുന്ന രീതിയിലാണ് ഇൻഫോർമൽ എക്കോണമിയിലെ തരംതിരിച്ചിട്ടുള്ളത്. ഇപ്പം ഇൻഫോർമൽ എക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അസംഘടിത തൊഴിൽ മേഖലയെയാണ് ഇൻഫോർമൽ എക്കോണമി എന്ന് പറയുക. അതായത് സ്വയം തൊഴിൽ ചെയ്യുന്നവരും രജിസ്റ്റർ ചെയ്യാത്ത സ്ഥാപനങ്ങളിലും കോപ്പറേറ്റഡ് അല്ലാത്ത സ്ഥാപനങ്ങളിലും പാർട്ട് ടൈം ആയിട്ടും താൽക്കാലികമായിട്ടും ഒക്കെ ജോലി ചെയ്യുന്ന ആളുകളെയാണ് അസംഘടിത തൊഴിലാളികൾ അഥവാ അല്ലെങ്കിൽ ഇൻഫോർമൽ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. 2010 ഈ ഇൻഫോർമൽ എക്കോണമിയെ 4 കാറ്റഗറിയായി തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണത്? Classified in terms of occupation, classified in terms of nature of employment, classified in terms of specially distressed categories, classified in terms of service category. ഇങ്ങനെ 4 രീതിയിലാണ് ഇൻഫോർമൽ എക്കോണമിയെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇൻഫോർമൽ എക്കോണമീനെ 4 രീതിയിലാണ് തരംതിരിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? ക്ലാസിഫൈഡ് ഇൻ ടേംസ് ഓഫ് ഒക്യുപ്പേഷനും, ക്ലാസിഫൈഡ് ഇൻ ടേംസ് ഓഫ് നേച്ചർ ഓഫ് എംപ്ലോയ്മെന്റും, ക്ലാസിഫൈഡ് ഇൻ ടേംസ് ഓഫ് സ്പെഷ്യലി ഡിസ്ട്രസ്ഡ് കാറ്റഗറീസും, ക്ലാസിഫൈഡ് ഇൻ ടേംസ് ഓഫ് സർവീസ് കാറ്റഗറീസും. അതിൽ നമുക്ക് ക്ലാസിഫൈഡ് ഇൻ ടേംസ് ഓഫ് ഒക്യുപ്പേഷൻ എന്താണെന്ന് നോക്കാം. ക്ലാസിഫൈഡ് ഇൻ ടേംസ് ഓഫ് ഒക്യുപ്പേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലിന്റെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തരംതിരിവ്. അതിൽ ആരൊക്കെ വരിക? സ്മാൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ്, ലാൻഡ്ലെസ് അഗ്രികൾച്ചറൽ ലേബേഴ്സ്, ഷെയർ ക്രോപ്പേഴ്സ്, ഫിഷർമാൻ, അതേപോലെ തന്നെ ആനിമൽ ഹസ്ബൻഡറി, ബീഡി റോളിംഗ്, ലേബിളിംഗ്, പാക്കിംഗ്, ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്, ലെതർ വർക്കേഴ്സ്, വേവേഴ്സ്, ആർട്ടിസൺ, സാൾട്ട് വർക്കേഴ്സ് ആൻഡ് വർക്ക് ഇൻ bricklins and stone quarry workers in saw mill, oil mills, etc. അപ്പോൾ തൊഴിലിന്റെ സ്വഭാവത്തിലുള്ള വർഗീകരണം ഇൻഫോർമൽ എക്കോണമിയെ 4 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ക്ലാസിഫൈഡ് ഇൻ ടേംസ് ഓഫ് ഒക്യുപ്പേഷൻ, തൊഴിലിന്റെ സ്വഭാവത്തിലുള്ള വർഗീകരണം. ആരൊക്കെയാണ് തൊഴിലിന്റെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിട്ടുള്ള പറയുമ്പോൾ ഏതൊക്കെ കാറ്റഗറി അതിൽ വരിക? സ്മാൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ്, ചെറുകിട കർഷകര് അല്ലേ, സ്മാൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ്.
ലാൻഡ്ലെസ് അഗ്രികൾച്ചറൽ ലേബേഴ്സ്, ഭൂമി ഇല്ലാത്ത കർഷക തൊഴിലാളികൾ, ഭൂമി പാട്ടത്തിനൊക്കെ എടുത്ത് കൃഷി ചെയ്യില്ലേ, അങ്ങനത്തെ ലാൻഡ്ലെസ് അഗ്രികൾച്ചറൽ ലേബേഴ്സ്, ഭൂമി ഇല്ലാത്ത കർഷക തൊഴിലാളികൾ. ഷെയർ ക്രോപ്പേഴ്സ്, ഷെയർ ക്രോപ്പേഴ്സ് പറഞ്ഞാലും എന്തെന്നെ, പാട്ടത്തിന് കൃഷി ചെയ്യുന്നവർ. ഫിഷർമാൻ, മത്സ്യത്തൊഴിലാളികൾ. ആനിമൽ ഹസ്ബൻഡറി, മൃഗസംരക്ഷണത്തിൽ ഏർപ്പെടുന്നവർ. ബീഡി റോളിംഗ്, ബീഡി ഉണ്ടാക്കല്. അതേപോലെ തന്നെ ലേബിളിങ്, പാക്കിങ്, ബിൽഡിങ്. അതേപോലെ തന്നെ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്, ലെതർ വർക്കേഴ്സ്, പിന്നെന്താണ് വേവേഴ്സ്. അതേപോലെ പിന്നെ നെയ്ത്തുകാരെ, കരകൗശല ആർട്ടിഫൻസ് എന്നൊക്കെ പറഞ്ഞാൽ കരകൗശല തൊഴിലാളികളെ. സാൾട്ട് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഉപ്പ് ഉണ്ടാക്കുന്ന തൊഴിലാളികളെ. അതേപോലെ തന്നെ ബ്രിക്സ്, ഇഷ്ടികശാലയിലും. അതേപോലെ കോറി വർക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടിക, അതേപോലെ തന്നെ കരിങ്കല്ലൊക്കെ ഖനനം ചെയ്തെടുക്കുന്ന വലിയ വലിയ കോറികളിൽ ജോലി ചെയ്യുന്നവരെ. അതേപോലെ തന്നെ മിൽസുകളിൽ, ഓയിൽ മിൽസിലൊക്കെ ജോലി ചെയ്യുന്നവരെ. ഇവരേനൊക്കെയാണ് സ്വഭാവത്തിന്റെ, അതായത് ക്ലാസിഫൈഡ് ഇൻ ടേംസ് ഓഫ് ഒക്യുപ്പേഷന്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിട്ടുള്ളവരാണ്. ഇവരൊക്കെ ഏതിൽ വരുന്നതാണ്? ഇൻഫോർമൽ വർക്കേഴ്സ് ആട്ടോ, അസംഘടിത മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവരാണ്. ഇവർക്ക് ഇവരുടെ ജോലിക്ക് ഒരു ഗ്യാരണ്ടിയോ അതേപോലെ തന്നെ അവർക്ക് ആനുകൂല്യങ്ങളോ അതേപോലെ ഇൻസെൻറ്റീവോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നിത്യജീവിതം കഴിയാൻ വേണ്ടി മാത്രം ജോലി ചെയ്യുന്ന ആളുകളാണ് ഈ കാറ്റഗറിയിൽ വരുന്നത് കേട്ടോ. അന്നാന്ന് കൂലി കിട്ടി ജീവിക്കുന്ന ആളുകളായിരിക്കും ഈ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ. ഇതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ക്ലാസിഫൈഡ് ഇൻ ടേംസ് ഓഫ് ഒക്യുപ്പേഷൻ. അതേപോലെ തന്നെ ക്ലാസിഫൈഡ് ഇൻ ടേംസ് ഓഫ് നേച്ചർ ഓഫ് എംപ്ലോയ്മെന്റ്, അതായത് നേച്ചറിന്റെ, സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തൊഴിലുകൾ ഏതൊക്കെയാണ്? നേച്ചറിന്റെ അടിസ്ഥാനത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള തൊഴിൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരാം? അറ്റാച്ച്ഡ് അഗ്രികൾച്ചറൽ ലേബേഴ്സ്, അതായത് അഗ്രികൾച്ചറൽ ലേബേഴ്സ്, ബോണ്ടഡ് ലേബേഴ്സ്, കരാറിന്റെ അടിസ്ഥാനത്തിലുള്ള ലേബേഴ്സ്, മൈഗ്രന്റ് വർക്കേഴ്സ്, അതേപോലെ കുടിയേറ്റ തൊഴിലാളികളെ, കോൺട്രാക്ട് ആൻഡ് കാഷ്വൽ ലേബേഴ്സ്. ഇവരൊക്കെയാണ് ഏതിൽ വരിക? നേച്ചർ ഓഫ് എംപ്ലോയ്മെന്റിൽ വരിക. അടുത്ത പോയിന്റ് ആണ് ക്ലാസിഫൈഡ് ഇൻ ടേംസ് ഓഫ് സ്പെഷ്യലി ഡിസ്ട്രസ്ഡ് കാറ്റഗറി. അതേപോലെ തന്നെ പ്രത്യേക ബുദ്ധിമുട്ടുള്ള വിഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ, പ്രത്യേക ബുദ്ധിമുട്ടുകളും പല രീതിയിൽ പല ഡേഞ്ചറസ് സിറ്റുവേഷനും ഫേസ് ചെയ്തുകൊണ്ടുള്ള കാറ്റഗറി ഏതൊക്കെയാണ്? ടുഡേ ടാപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? അതായത് റബ്ബറൊക്കെ വെട്ടാൻ പോവില്ലേ, അത്തരം തൊഴിലിനെയാണ് ടാപ്പേഴ്സ്. സ്കാവഞ്ചേഴ്സ് പറഞ്ഞാൽ അതേപോലെ തന്നെ തേൻ ശേഖരിക്കുന്നവരെ. കാരീസ് ടു ഹെഡ് ലോഡ്സ്, തലയിൽ ഭയങ്കര ഭാരമേറ്റുന്നവരെ. അതേപോലെ ഡ്രൈവേഴ്സ്, ആനിമൽ ഡ്രൈവർ വെഹിക്കിൾസ്, ലോഡേഴ്സ്, അൺലോഡേഴ്സ്. ഇവരൊക്കെയാണ് ഏതിൽ വരുന്നത്? അതായത് സ്പെഷ്യലി ഡിസ്ട്രസ്ഡ് കാറ്റഗറിയിൽ വരുന്നത്. വളരെ ബുദ്ധിമുട്ടുള്ള ജോലികൾ ചെയ്യുന്നവര് ആരൊക്കെയാണ്? അതെ, ടാപ്പേഴ്സ് ഉണ്ടായിരിക്കും, സ്കാവഞ്ചേഴ്സ് ഉണ്ടായിരിക്കും. ക്യാരി ഓഫ് ഹെഡ് ലോഡ്സ് എന്ന് പറഞ്ഞാൽ തലയിൽ ഭാരം ചുമക്കുന്നവര്. ഡ്രൈവേഴ്സ് ഓഫ് ആനിമൽ ഡ്രൈവിംഗ് വെഹിക്കിൾ, ആനിമൽസിനെയൊക്കെ വണ്ടിയിൽ കയറ്റി കൊണ്ടുവരുന്നവര്. ലോഡേഴ്സ്, ഭാരം അൺലോഡേഴ്സ്, അതെ, ലോഡിങ്ങും അൺലോഡിങ്ങും ചെയ്യുന്ന തൊഴിലാളികൾ. ഇതൊക്കെ ഏത് എക്കോണമിയിൽ വരുന്നതാണ്? ഇൻഫോർമൽ എക്കോണമിയിൽ വരുന്നതാണ് കേട്ടോ. അടുത്ത പോയിന്റ് ആണ് ക്ലാസിഫൈഡ് ഇൻ ടേംസ് ഓഫ് സർവീസ് കാറ്റഗറി, അതായത് സേവന മേഖലയിൽ ഇൻഫോർമൽ ആയിട്ടുള്ളവർ ആരൊക്കെയാണ്? ഒരു സർവീസ് കാറ്റഗറിയിൽ ഇൻഫോർമൽ ആയിട്ട് വരുന്നത് ആരൊക്കെയാണ്? നോക്കൂ. ക്ലാസിഫൈഡ് ഇൻ ടേംസ് ഓഫ് സർവീസ് കാറ്റഗറിയിൽ വരുന്നത് മിഡ് വൈഫ്സ്, അതായത് വൈദ്യന്മാരെ. ഡൊമസ്റ്റിക് വർക്കേഴ്സ്, ഗൃഹതൊഴിലാളികളെ. ഫിഷർമാന്, വുമൺ, ബാർബേഴ്സ്, വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് വെൻഡേഴ്സ്, ന്യൂസ് പേപ്പേഴ്സ് വെൻഡേഴ്സ്. അതായത് പലതരത്തിലുള്ള ഈ മുറി വൈദ്യന്മാരൊക്കെ ഉണ്ടാവില്ല, അവരെ ഡൊമസ്റ്റിക് വർക്കേഴ്സ്, ഗൃഹതൊഴിലാളികളെ. ഫിഷർമാൻ, അതേപോലെ തന്നെ വുമൺ ആൻഡ്
ഫിഷർമാൻ ആൻഡ് വുമൺ, മെന്നും ഉണ്ടായിരിക്കാം സ്ത്രീയും പുരുഷനും ആയിട്ടുള്ള മത്സ്യത്തൊഴിലാളികളെ, ബാർബേഴ്സ് ക്ഷൗരന്മാരെ, വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് വെൻഡേഴ്സ് പച്ചക്കറി പഴം തുടങ്ങിയ വിൽപ്പനക്കാരെ, പത്ര വിൽപ്പനക്കാരെ, ഇതൊക്കെയാണ് ഏത് മേഖലയിൽ വരുന്നത്? സർവീസ് കാറ്റഗറി. ഈ പഴം വിൽക്കുന്നവനും പച്ചക്കറി വിൽക്കുന്നവനും മുടി വെട്ടുന്നവനും പത്രം വിൽക്കുന്നവനും മീൻ പിടിക്കാൻ പോകുന്നവർക്കൊന്നും പ്രത്യേക ആനുകൂല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ദൈനംദിന ജീവിതത്തിലെ ജീവിതമാർഗം കണ്ടെത്തുന്നതിനും അതിലുപരി സേവനം, ജനങ്ങൾക്ക് സേവനവുമാണ് അവർ ചെയ്യുന്നത്. അത്തരത്തിലുള്ള മേഖലയിലുള്ളവരായിരിക്കും കൂടുതൽ ഇൻഫോർമൽ എക്കോണമിയിലുള്ളവർ. അപ്പോൾ ഇതാണ് അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇൻഫോർമൽ എക്കോണമി 4 കാറ്റഗറിയാണ്. ആ 4 കാറ്റഗറിയിലും വ്യത്യസ്ത തൊഴിലുകൾ ചെയ്യുന്ന ആളുകൾ, അസംഘടിത മേഖലയിൽ വ്യത്യസ്ത ഡിഫറൻ്റ് ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റികൾ കൈകാര്യം ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പൊ ഇവരെ കുറിച്ചാണ് ഏതിൽ പറയുന്നത്? ഇൻഫോർമൽ എക്കോണമിയിൽ പറയുന്നത്. ഇനി നമ്മൾക്ക് എടുക്കാനുള്ള നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് നോക്കൂ. അതായത് വുമൺ ആൻഡ് ഇൻഫോർമൽ എക്കോണമി ഇൻ ഇന്ത്യ. എന്താണ് വുമൺ ആൻഡ് ഇൻഫോർമൽ എക്കോണമി ഇൻ ഇന്ത്യ എന്ന് നമുക്ക് പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ടോപ്പിക്കാണ് വുമൺ ആൻഡ് ഇൻഫോർമൽ എക്കോണമി ഇൻ ഇന്ത്യ. ഇൻഫോർമൽ അസംഘടിത മേഖലയിലെ സ്ത്രീകളുടെ പങ്കാളിത്തത്തെ കുറിച്ചാണ് വുമൺ ആൻഡ് ഇൻഫോർമൽ എക്കോണമി ഇൻ ഇന്ത്യ എന്ന ടോപ്പിക്കിലൂടെ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അതായത് ഒരു അസംഘടിത മേഖലയിലെ സ്ത്രീകളുടെ പങ്കിനെ കുറിച്ച്. വുമൺ ആൻഡ് ഇൻഫോർമൽ എക്കോണമി ഇൻ ഇന്ത്യ, പേജ് നമ്പർ 207, 207. എന്താ നോക്കൂ. The labor market discrimination pushes many groups into the informal economy. അതായത് ഒരു തൊഴിൽ വിപണിയിലെ വിവേചനം പല കൂട്ടങ്ങളെയും അസംഘടിത സമ്പദ് വ്യവസ്ഥയിലേക്ക് തള്ളുന്നു. The labor market discrimination pushes many groups into the informal economy. തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള ഡിസ്ക്രിമിനേഷനാണ് പലരെയും ഏത് മേഖലയ്ക്ക് തള്ളിവിടാൻ കാരണമാകുന്നത്? ഇൻഫോർമൽ എക്കോണമി, അസംഘടിത മേഖലയിലേക്ക് തള്ളിവിടുന്നതിന് കാരണമാകുന്നത്. ഇപ്പോൾ തൊഴിൽ മേഖലയിലുണ്ടാകുന്ന, എംപ്ലോയ്മെൻറ്റ് മാർക്കറ്റിലുണ്ടാകുന്ന, ലേബർ മാർക്കറ്റിലുണ്ടാകുന്ന തൊഴിൽ ചൂഷണങ്ങളാണ് പല ആളുകളെയും ഏത് മേഖലയിലേക്ക് സ്വന്തമായിട്ടോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനെ ഒരു അസംഘടിത മേഖലയിലേക്ക് ആളുകളെ തള്ളിവിടാൻ കാരണമാകുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. വുമൺ ആർ ഓഫ്റ്റൻ ക്ലസ്റ്റേഡ് ഇൻ ദ മോസ്റ്റ് മാർജിനലൈസ്ഡ് സെഗ്മെന്റ് ഓഫ് ദ ഇൻഫോർമൽ എക്കോണമി. സ്ത്രീകൾ പൊതുവെ അസംഘടിത മേഖലയിൽ ഏറ്റവും പരിമിതീകരിക്കപ്പെട്ട വിഭാഗങ്ങളിൽ ഒന്നാണ്. Women are often clustered in the most marginalized segment of the informal economy. സ്ത്രീകൾ പൊതുവെ അസംഘടിത മേഖലയിൽ ഏറ്റവും പരിമിതീകരിക്കപ്പെട്ട വിഭാഗങ്ങളിൽ ഒന്നാണ്. പൊതുവെ അസംഘടിത മേഖലയിൽ ആര് പരിമിതമാണ് എന്നാണ് പറയുന്നത്? സ്ത്രീകൾ പരിമിതമായിരിക്കാം, കുറവായിരിക്കാം. എന്താണ് അതിന്റെ കാരണം? ജെൻഡർ വേജ് ഗ്യാപ്പ്, ലിംഗവേതന വ്യത്യാസം, ജെൻഡർ വേജ് ഗ്യാപ്പും ഒക്യുപ്പേഷണൽ സെറിഗേഷൻ, തൊഴിൽ വിഭജനത്തിലെ ലിംഗാധിഷ്ഠിത വേർതിരിവ്, ഒക്യുപ്പേഷണൽ സെറിഗേഷൻ, lack of access to resources and burden of unpaid work are the problematic in the informal economy as in the formal economy. അപ്പോൾ പൊതുവെ സ്ത്രീകളെ ഇൻഫോർമൽ എക്കോണമിയിൽ കുറവാണ് എന്നാണ് പറയുന്നത്. അതിന്റെ കാരണം എന്താണ്? ഇൻഫോർമൽ മേഖലയിലേക്ക് സ്ത്രീകൾ തൊഴിൽ ചെയ്യുന്നത് കുറവാവാനുള്ള കാരണം ലിംഗവേതന വ്യത്യാസവും തൊഴിൽ വിഭജനത്തിലെ ലിംഗാധിഷ്ഠിതമായ വേർതിരിവും അതേപോലെ തന്നെ സ്രോതസ്സുകളിലേക്കുള്ള പരിമിതമായ പ്രവേശനവും അനവസരമുള്ള വീട്ടുജോലികളുടെ ഭാരങ്ങളും. വീട്ടിൽ തന്നെ ഒരുപാട് തൊഴിലുണ്ടായിരിക്കുമ്പോൾ വേറൊരു ജോലിയിലേക്ക് കടക്കാൻ ആർക്ക് കഴിയുന്നില്ല? സ്ത്രീകൾക്ക് കഴിയുന്നില്ല. ഇതുകൊണ്ടൊക്കെയാണ് സ്ത്രീകളെ ഏത് മേഖലയിൽ കുറയാനും കാരണം, ഇൻഫോർമൽ എക്കോണമിയിൽ കുറയാനുള്ള കാരണം. The policy making requires a gender lens to understand the different needs and constraints of women and men. ഈ അസംഘടിത മേഖലയിലും ഔദ്യോഗിക മേഖലയിലും സമാനമായോ അതിൽ കൂടുതൽ പ്രശ്നങ്ങളാണ് നിലനിൽക്കുന്നത്. The policy making require gender lens to understand the different needs and constraints of women and men. അതേപോലെ തന്നെ അപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്ത് the problematic in the formal economy, in the
problematic in the formal economy as in the formal economy. Informal economy as in the formal economy. അതായത് അസംഘടിത മേഖലയിലും സംഘടിത മേഖലയിലും എപ്പോഴും പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ആർക്ക് ഉണ്ടാകുന്നത്? സ്ത്രീകൾക്ക് ഉണ്ടാകുന്നത്. പൊതുവെ അസംഘടിത മേഖലയിൽ സ്ത്രീകൾ തൊഴിൽ ചെയ്യുന്നത് കുറവാവാനുള്ള കാരണം എന്താന്ന് ടീച്ചർ പറഞ്ഞു തന്നു. അതായത് അവരുടെ വേജില് ജെൻഡർ വേജ് ഗ്യാപ്പ് പറഞ്ഞാൽ എന്താ? ലിംഗവേതന വ്യത്യാസവും ഒക്യുപ്പേഷണൽ സെറിഗേഷൻ തൊഴിൽ വിഭജനത്തിന് ലിംഗാധിഷ്ഠിതമായ വേർതിരിവും ലാക്ക് ഓഫ് ആക്സസ് ഓഫ് റിസോഴ്സ് ആൻഡ് ദ ബർഡൻ ഓഫ് അൺപെയ്ഡ് വർക്ക് ആർ പ്രോബ്ലമാറ്റിക് ഇൻ ദ ഇൻഫോർമൽ എക്കോണമി ആസ് ഇൻ ദ ഫോർമൽ എക്കോണമി. അതായത് തൊഴിൽ വിഭജനത്തിലെ ലിംഗാധിഷ്ഠിതമായ വേർതിരിവും പല സോഴ്സുകളിലേക്കുള്ള പരിമിതമായ പ്രവേശനവും അതേപോലെ തന്നെ വീട്ടുജോലിയുടെ ഭാരവും അസംഘടിത മേഖലയിലും അതേപോലെ തന്നെ അസംഘടിത മേഖലയിലും സംഘടിത മേഖലയിലുമുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളും കാരണം സ്ത്രീകൾ ഈ മേഖലകളിലേക്കൊക്കെയുള്ള സ്ത്രീകളുടെ പ്രവേശനം വളരെ കുറവാണ് എന്നാണ് പറയുന്നത്. കൂടാതെ നയരൂപീകരണത്തിനും സ്ത്രീകളും പുരുഷന്മാരും നേരിടുന്ന വ്യത്യസ്ത ആവശ്യങ്ങൾക്കും പരിമിതികളും മനസ്സിലാക്കാൻ ആവശ്യമാണ്? ലിംഗാധിഷ്ഠിതമായിട്ടുള്ള ഒരു അതായത് സ്ത്രീയെയും പുരുഷനെയും അവരുടെ തൊഴിൽപരമായ കാര്യങ്ങളും അവരുടെ ആവശ്യങ്ങളും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് പറയുന്നത്. ദ പോളിസി മേക്കിംഗ് റിക്വയർസ് എ ജെൻഡർ ലെൻസ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻറ്റ് നീഡ്സ് ആൻഡ് കൺസ്ട്രെയിൻറ്റ് ഓഫ് വുമൺ ആൻഡ് മെൻ. അതായത് നയരൂപീകരണത്തിനായി സ്ത്രീകളും പുരുഷന്മാരും നേരിടുന്ന വ്യത്യസ്ത ആശയങ്ങൾക്കും പരിമിതികളും മനസ്സിലാക്കാൻ ലിംഗദൃഷ്ടികോണം ആവശ്യമാണ് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ജെൻഡർ ലെൻസ് പറഞ്ഞാൽ എന്താണ്? ലിംഗപരമായിട്ടുള്ള ഒരു ദൃഷ്ടി ആരിലേക്ക് വേണം? സ്ത്രീകളിൽ നയരൂപീകരണത്തിനും സ്ത്രീകളിലും പുരുഷന്മാരിലും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ the women access to labor market reforms and health education are largely affected due to their socio-cultural background. അതായത് സ്ത്രീകൾ തൊഴിൽ വിപണി സ്രോതസ്സുകൾ ആരോഗ്യ വിദ്യാഭ്യാസം എന്നിവയിലേക്കുള്ള പ്രവേശനം അവരുടെ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലങ്ങളുടെ പേരിലാണ് പ്രധാനമായും ബാധിക്കപ്പെടുന്നത്. The women access to labor market reforms and health education are largely affected due to their socio-cultural background. സ്ത്രീകൾക്ക് തൊഴിൽ വിപണിയും മറ്റു സ്രോതസ്സുകളും ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്നിവയിലേക്കൊക്കെയുള്ള പ്രവേശനം അവരുടെ സോഷ്യോ കൾച്ചറൽ സാമൂഹ്യ സാംസ്കാരിക പശ്ചാത്തലങ്ങളുടെ പേരിലാണ് എപ്പോഴും എന്ത് ചെയ്യപ്പെടുന്നത്? ബാധിക്കപ്പെടുന്നത്. In a country like India, there is a preparedness of the informal sector absorbing large section of women engaged in casual work. അതേപോലെ തന്നെ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ അസംഘടിത മേഖലയിൽ ആണ് സ്ത്രീകളിൽ ഒരു വലിയ ഭാഗവും ജോലി ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് ഇപ്പോൾ പല സ്ത്രീകളും ഏത് മേഖലയിലേക്ക് ജോലി ചെയ്യാൻ വരാൻ തുടങ്ങി എന്നാ പറയുന്നത്? ഇൻഫോർമൽ മേഖലയിലേക്ക് ജോലി ചെയ്യുന്നത്. ആദ്യമൊന്നും വന്നിരുന്നില്ല. കാരണം ആദ്യ കാലഘട്ടത്തിൽ വരാത്തതിന്റെ കാരണം ഞാൻ പറഞ്ഞു, ലിംഗവേതന വ്യത്യാസവും ലിംഗാധിഷ്ഠിത വേർതിരിവും പരിമിതമായ പ്രവേശനവും വീട്ടുജോലി ഭാരവും ഒക്കെയാണ് ആദ്യകാലങ്ങളിൽ അസംഘടിത മേഖലയിലേക്ക് സ്ത്രീകൾ വരാതിരുന്നത്. പക്ഷെ ഇന്ന് അസംഘടിത മേഖലയിലേക്ക് ആര് കയറി വരുന്നുണ്ട്? സ്ത്രീകൾ തൊഴിൽ അന്വേഷിച്ച് വരാൻ തുടങ്ങി. അതിന്റെ കാരണം എന്ന് പറയുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് ഈ അസംഘടിത മേഖലയിലേക്ക് സ്ത്രീകൾ തൊഴിൽ അന്വേഷിച്ച് വരാനുള്ള കാരണം? അതായത് ദിനം പ്രതി വേതന ജോലികൾ, പ്രീ സ്റ്റേറ്റ് ജോലികൾ, കൂടാതെ വീട്ടിൽ നിന്നും ചെയ്യപ്പെടുന്ന ജോലികൾ എന്നിവയൊക്കെ വർദ്ധിച്ചത് കൊണ്ട് തന്നെ മാത്രമല്ല ഇത്തരത്തിലുള്ള ജോലികൾക്കൊന്നും കണക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് പല സ്ത്രീകളും ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നാ പറയുന്നത്? ഇങ്ങനെ അസംഘടിത മേഖലയിൽ ജോലി ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷെ ഇത്തരം മേഖലകളിൽ സ്ത്രീകൾ ജോലി ചെയ്യുമ്പോൾ അവർക്ക് സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ലാതിരിക്കുന്നതിനും അത് കാരണമാകുന്നുണ്ട്.
കാരണം സച്ച് കൺസ്ട്രെയിൻറ്റ് ഡിപ്രീവ് വുമൺ ഫ്രം ദ സോഷ്യൽ പ്രൊട്ടക്ഷൻ ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി പ്രൊവിഷൻ ഓഫ് ദ കൺട്രി. ഇത്തരത്തിലുള്ള ഈ അസംഘടിത മേഖലയിൽ സ്ത്രീകൾ ജോലി ചെയ്യുമ്പോൾ അവർക്ക് വേണ്ട വിധത്തിലുള്ള സുരക്ഷാ സഹായങ്ങളും സംവിധാനങ്ങളും ഒന്നും ഇല്ലാതെ ത്തിനും കാരണമാകുന്നുണ്ട്. ഇൻഫാക്ട് വുമൺ ആർ സബ്ജക്റ്റഡ് ടു എ ലൈഫ് സൈക്കിൾ ഓഫ് റിസ്ക് ആൻഡ് വാലനറബിലിറ്റി എമറ്റേറ്റിംഗ് ലാർജ്ലി ഫ്രം ജെൻഡർ ഡിവിഷൻ ഓഫ് ഹൗസ്ഹോൾഡ് ടാസ്ക്, പോവർട്ടി ആൻഡ് ഡിപ്രിവേഷൻ ഇൻ ദ household, customary law and social practices restricting women mobility. മാത്രമല്ല വാസ്തവത്തിൽ സ്ത്രീകൾ ജീവിതമൊട്ടാകെ വിവിധ അപകടങ്ങളും നിസ്സായതകളും നേരിടുന്നു. അതേപോലെ തന്നെ ഈ ഇങ്ങനെ സ്ത്രീകൾ ജീവിതത്തിൽ പലതരത്തിലുള്ള എന്താ പറയുക നോക്കൂ, ഇൻഫാക്ട് വുമൺ ആർ സബ്ജക്റ്റഡ് ടു എ ലൈഫ് സൈക്കിൾ റിസ്ക് ആൻഡ് വാലനറബിലിറ്റി. സ്ത്രീകൾ ജീവിതമൊട്ടാകെ പലതരത്തിലുള്ള അപകടങ്ങളും വാലനറബിലിറ്റി പറഞ്ഞാൽ എന്താ ദുർബലതകളും നേരിടുന്നു. കാരണം എന്താണ് അങ്ങനെ നേരിടാനുള്ള കാരണം? എമിറ്റേറ്റിംഗ് ലാർജ്ലി ഫ്രം ജെൻഡർ ഡിവിഷൻ ഓഫ് ഹൗസ് ഹോൾഡ് ടാസ്ക്, വീട് പണികളിലെ ലിംഗാധിഷ്ഠിത വിഭജനം, പോവർട്ടി ആൻഡ് ഡിപ്രവേഷൻ, ദാരിദ്ര്യം, അതേപോലെ തന്നെ പിന്നെന്താണ് കസ്റ്റമറി ലോസ്, അതേപോലെ തന്നെ സ്രോതസ്സുകളുടെ അളവ് കുറവ്, സോഷ്യൽ പ്രാക്ടീസസ്, അതേപോലെ ആചാരപരമായ പല നിയമങ്ങൾ, ഇതൊക്കെ സ്ത്രീകളെ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, എഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെ പല സ്ത്രീകളും ഒരു സുരക്ഷിതത്വവും ഇല്ലാതെ എവിടെ ജോലി ചെയ്യാൻ കാരണമാകുന്നുണ്ട്? ഈ ഇൻഫോർമൽ അസംഘടിത മേഖലയിൽ കുറഞ്ഞ വരുമാനത്തിന് തൊഴിൽ ചെയ്യാൻ അവർ നിർബന്ധിതരാകുകയാണ് ചെയ്യുന്നത്. പലതരത്തിൽ അവർ വീട്ടിലെ ദാരിദ്ര്യവും അതേപോലെ തന്നെ എന്താണ് വീട് പണികളുടെ അതായത് വീട്ടിൽ ഇരുന്നിട്ടൊരു കാര്യമില്ല, വരുമാനം എന്ന് പറയാൻ ഒന്നും തന്നെ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവുകയും അതേപോലെ തന്നെ ആചാരപരമായ പലതരത്തിലുള്ള നിയമങ്ങളും അങ്ങനെ പല പ്രശ്നങ്ങൾ കാരണം സ്ത്രീകൾ ഇന്ന് ഏത് മേഖലയിലേക്ക് തൊഴിൽ ചെയ്യാൻ ഇറങ്ങുന്നുണ്ട് എന്നാണ് പറയുന്നത്? അസംഘടിത മേഖലയെ തൊഴിലിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷെ അത് അവർക്ക് വേണ്ട വിധത്തിലുള്ള സുരക്ഷിതത്വമോ പ്രൊട്ടക്ഷനോ കാര്യങ്ങളോ ഒന്നും സെക്യൂരിറ്റിയും പ്രൊട്ടക്ഷനും ഒന്നും നൽകുന്നുമില്ല. ആദ്യ കാലഘട്ടത്തിൽ സ്ത്രീകൾ ഇങ്ങനത്തെ മേഖലയ്ക്ക് വന്നിരുന്നില്ല. പക്ഷെ പിന്നീട് സ്ത്രീകൾ ഇങ്ങനത്തെ മേഖലകളിലേക്ക് കയറി ഇൻഫോർമൽ അസംഘടിതമായ മേഖലയിൽ തൊഴിൽ അന്വേഷിച്ച് വരാൻ തുടങ്ങി. പക്ഷേ അവർക്ക് വേണ്ട വിധത്തിലുള്ള സെക്യൂരിറ്റിയും പ്രൊട്ടക്ഷനും ഒന്നും നൽകിയിരുന്നില്ല. പലതരത്തിലുള്ള റിസ്കുകളും ദുർബലതകളും കാരണം അവർ ഇത്തരത്തിലുള്ള മേഖലയിൽ തൊഴിൽ ചെയ്യാൻ വിധിക്കപ്പെടുകയാണ് ചെയ്തത്. ഇതാണ് വുമൺ ആൻഡ് ഇൻഫോർമൽ എക്കോണമി ഇൻ ഇന്ത്യ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിലെ സ്ട്രാറ്റജീസ് ഫോർ ട്രാൻസിഷൻ ടുവേർഡ്സ് ഫോർമൽ എക്കോണമി. സ്ട്രാറ്റജീസ് ഫോർ ട്രാൻസിഷൻ ടുവേർഡ്സ് ഫോർമൽ എക്കോണമി, അതായത് ഫോർമൽ എക്കോണമിയിലേക്കുള്ള ട്രാൻസിഷൻ പരിവർത്തനവും അതിൻ്റെ തന്ത്രങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിലൂടെ പറയുന്നത്. ട്രാൻസിഷൻ ടുവേർഡ്സ് ഫോർമൽ എക്കോണമി. അപ്പോൾ നമ്മൾ ഇൻഫോർമൽ എക്കോണമിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് ഔപചാരികം അതായത് ഫോർമൽ എക്കോണമിയിലേക്കുള്ള മാറ്റത്തിനായിട്ടുള്ള സ്ട്രാറ്റജികളെ കുറിച്ചാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഇതിന് മുന്നേ നമ്മൾ പറഞ്ഞത് ഇൻഫോർമലാണ്, ഇപ്പോൾ പറയാൻ പോകുന്നത് ഫോർമലാണ്. അതായത് ഔപചാരികമായിട്ടുള്ള മേഖലയിലേക്കുള്ള മാറ്റത്തിൻ്റെ തന്ത്രങ്ങൾ. ഒരു ഇൻഫോർമലിൽ നിന്നും ഏതിലേക്ക് മാറുക? ഫോർമലിലേക്ക് മാറുക. അസംഘടിത മേഖലയിൽ നിന്നും സംഘടിത മേഖലയിലേക്ക് മാറുന്നതിൻ്റെ തന്ത്രത്തെക്കുറിച്ചാണ്, സ്ട്രാറ്റജിയെക്കുറിച്ചാണ് ഈ ഒരു ടോപ്പിക്കിലൂടെ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. സ്ട്രാറ്റജി ഫോർ ട്രാൻസിഷൻ ടുവേർഡ്സ് ഫോർമൽ എക്കോണമി. The establishment of social protection floor which did not exist in the formal economy and the extension of social security coverage are the strategies for transition toward formality. അതായത് അസംഘടിത സമ്പദ് വ്യവസ്ഥയിൽ നിലവിലില്ലാതിരുന്ന സാമൂഹിക സംരക്ഷണ അടിസ്ഥാനത്തിൽ, അതായത് സോഷ്യൽ പ്രൊട്ടക്ഷൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാപനം സാമൂഹിക സുരക്ഷാ കവറേജ് വ്യാപിപ്പിക്കാൻ ഏതിൻ്റെ തന്ത്രമായിരുന്നു? ഈ ഫോർമാലിറ്റിയിലേക്ക് മാറാനുള്ള തന്ത്രമായിരുന്നു. അതായത് സ്ട്രാറ്റജി ഫോർ ട്രാൻസിഷൻ ടുവേർഡ് ഫോർമൽ എക്കോണമി പറഞ്ഞാൽ ഒരു
സംഘടിത മേഖലയിലേക്ക് മാറാനുള്ള തന്ത്രങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള തന്ത്രങ്ങളായിട്ട് എന്താ ഉപയോഗിച്ചത് എന്നാ പറയുന്നത്? ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സോഷ്യൽ പ്രൊട്ടക്ഷൻ ഫ്ലോർ വിച്ച് ഡിഡ് നോട്ട് എക്സിസ്റ്റ് ഇൻ ദ informal economy and the extension of social security coverage are the strategy for transition toward formality. അസംഘടിത സമ്പദ് വ്യവസ്ഥയിൽ നിന്നും സംഘടിത മേഖലയിലേക്ക് മാറുന്നതിന് വേണ്ടി, ഒരു അസംഘടിത സമ്പദ് വ്യവസ്ഥയിൽ നിന്നും ഒരു ഫോമൽ മേഖലയിലേക്ക് മാറുന്നതിന് വേണ്ടി സോഷ്യൽ പ്രൊട്ടക്ഷൻ ഫ്ലോർ, അതായത് സാമൂഹ്യ സുരക്ഷാ സ്ഥാപനവും അതേപോലെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി കവറേജ്, സാമൂഹ്യ സുരക്ഷാ കവറേജും വ്യാപിപ്പിച്ചുകൊണ്ട് എന്തിലേക്ക് മാറാൻ ശ്രമിച്ചു? ഒരു ഫോമൽ മേഖലയിലേക്ക് മാറാനുള്ള തന്ത്രമായിരുന്നു. അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്ട്രാറ്റജി ഫോർ ട്രാൻസിഷൻ ടുവേർഡ് ഫോമൽ എക്കോണമി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അസംഘടിത മേഖലയിൽ നിന്നും ഒരു ഫോമൽ എക്കോണമിയിലേക്ക് മാറുന്നതിന് വേണ്ടി ചില സ്ട്രാറ്റജി, തന്ത്രങ്ങൾ ഉപയോഗിച്ചു. എന്താണ് ആ തന്ത്രം? സോഷ്യൽ പ്രൊട്ടക്ഷൻ ഫ്ലോറും അതേപോലെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി കവറേജും. സോഷ്യൽ പ്രൊട്ടക്ഷൻ ഫ്ലോർ ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി കവറേജ്, ഇങ്ങനെ ചില തന്ത്രങ്ങൾ ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. എന്തിലേക്ക് മാറാൻ വേണ്ടിയിട്ട്? അതായത് ഫോമലിലേക്ക് മാറാൻ വേണ്ടിയിട്ട്. അസംഘടിത മേഖലയിൽ നിന്നും ഫോമൽ മേഖലയിലേക്ക് മാറുന്നതിന് വേണ്ടി എന്ത് ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്? അതായത് ചില തന്ത്രങ്ങൾ ഉപയോഗിച്ചു, ചില സ്ട്രാറ്റജികൾ ഉപയോഗിച്ചു. എന്തൊക്കെയാണ് ആ സ്ട്രാറ്റജി? സോഷ്യൽ സെക്യൂരിറ്റി കവറേജും അതേപോലെ തന്നെ പിന്നെന്താണ്? സോഷ്യൽ സെക്യൂരിറ്റി കവറേജ് ആൻഡ് സോഷ്യൽ പ്രൊട്ടക്ഷൻ ഫ്ലോർ. ഇവയുടെ രണ്ടിൻ്റെയും അടിസ്ഥാനത്തിലാണ് അസംഘടിത മേഖലയിൽ നിന്നും ഏതിലേക്ക് മാറ്റം ചെയ്യപ്പെട്ടത്? സംഘടിത മേഖലയിലേക്ക് മാറാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചത്. അതേപോലെ തന്നെ they can external to the household such as crop failure or price collapse, and also internal such as loss of labor through sickness, injury ആൻഡ് ഡെത്ത്. അതേപോലെ തന്നെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പല അപകട സാധ്യതകളും ആഘാതങ്ങളും സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്തരം സമ്മർദ്ദങ്ങളും ആഘാതങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ഫോമൽ മേഖലയിലാകുമ്പോൾ അതിന് സംരക്ഷണം കൊടുക്കും. വിളനാശം ഉണ്ടാവും, വിലയിടിവ് ഉണ്ടാവും, അതേപോലെ തന്നെ പിന്നെന്താ അതേപോലെ പലതരത്തിൽ ലോസ് ഓഫ് ലേബർ ത്രൂ സിക്നെസ്, ഇഞ്ചുറി, ഡെത്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്യുന്നതിനും അതേപോലെ തന്നെ വ്യക്തികളോ കുടുംബങ്ങളോ ഇത്തരം അപകട സാധ്യതയൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്കൊരു പ്രത്യേക സോഷ്യൽ സെക്യൂരിറ്റി നൽകുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ആളുകൾ എന്തിലേക്ക് മാറാൻ ശ്രമിച്ചത്? ഇൻഫോർമൽ മേഖലയിൽ നിന്നും ഫോമൽ മേഖലയിലേക്ക് മാറാൻ ശ്രമിച്ചത്. അതിനെയാണ് എന്ത് പറയുക? സ്ട്രാറ്റജീസ് എന്ന് പറയുക, തന്ത്രം എന്ന് പറയുക. സ്ട്രാറ്റജി ഫോർ ട്രാൻസിഷൻ ടുവേർഡ് ഫോമൽ എക്കോണമി, ഫോമൽ എക്കോണമിയിലേക്ക് മാറാനുള്ള തന്ത്രം. കാരണം ഇൻഫോർമൽ എക്കോണമിയിൽ പലതരത്തിലുള്ള ഇഷ്യൂസുകളാണ് ഉണ്ടാവുക. എന്തൊക്കെ ഉണ്ടാവുക? സിക്നെസ് ഉണ്ടാവും, ഇഞ്ചുറി ഉണ്ടാവും, ഡെത്ത് ഉണ്ടാവും, പരിക്കുകൾ ഉണ്ടാവും, രോഗങ്ങളുണ്ടാവും, മരണം ഉണ്ടാവും. അപ്പം ഇത്തരത്തിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ വേണ്ടി മാത്രമല്ല ഒരു സോഷ്യൽ സെക്യൂരിറ്റി, ഫോമലായിരിക്കുമ്പോൾ സാമൂഹിക സുരക്ഷയൊക്കെ കിട്ടില്ലേ, അപ്പോൾ ആ സോഷ്യൽ സെക്യൂരിറ്റി ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതിലേക്ക് മാറാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്? ഫോമൽ എക്കോണമിയിലേക്ക് മാറാനുള്ള തന്ത്രങ്ങൾ അവലോകനം ചെയ്യുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്ട്രാറ്റജി ഫോർ ട്രാൻസിഷൻ ടുവേർഡ് ഫോമൽ എക്കോണമി എന്ന് പറയുന്നത് കേട്ടോ. 1952 is the only international instrument based on to cover the risk factors and the basic social security principle. അതേപോലെ തന്നെ 1952 അപകട ഘടകങ്ങളെയും അടിസ്ഥാന സാമൂഹിക സുരക്ഷാ സിദ്ധാന്തങ്ങളെയും ഉൾപ്പെടുത്തി ലോകമെങ്ങും അംഗീകരിക്കപ്പെട്ട ഒരു ഏക അന്താരാഷ്ട്ര അതായത് ഒരു സോഷ്യൽ സെക്യൂരിറ്റി പ്രിൻസിപ്പിൾസിന് രൂപം കൊടുത്തു. ഇൻ്റർനാഷണൽ ഇൻസ്ട്രുമെൻറ്റ്,
അതായത് 1952 ഒരു അന്താരാഷ്ട്ര ഇൻസ്ട്രുമെന്റിനെ ബേസ് ചെയ്തു. എന്തിനെ തരണം ചെയ്യാൻ വേണ്ടി? അപകട സാധ്യതകളെയും സാമൂഹിക സുരക്ഷയൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടി ഒരു ഇന്റർനാഷണൽ ഇൻസ്ട്രുമെന്റിന് 1952 രൂപം കൊടുത്തു. ദ കൺവെൻഷൻ എസ്റ്റാബ്ലിഷ്ഡ് വേൾഡ് വൈഡ് അഗ്രീഡ് മിനിമം സ്റ്റാൻഡേർഡ് ഫോർ സോഷ്യൽ സെക്യൂരിറ്റി ലൈക്ക്. ഈ കൺവെൻഷൻ എന്തൊക്കെയാണ് ഉറപ്പ് നൽകുന്നത്? 1952 ഒരു സോഷ്യൽ സെക്യൂരിറ്റി പ്രിൻസിപ്പിൾസിന് രൂപം കൊടുത്തു. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഇന്റർനാഷണൽ ഇൻസ്ട്രുമെന്റിന്റെ അടിസ്ഥാനത്തിൽ. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് ആ കൺവെൻഷനിൽ സെക്യൂരിറ്റി ആയിട്ട് നൽകിയത്? ഈ കൺവെൻഷൻ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു? മെഡിക്കൽ കെയർ, മെഡിക്കൽ പരിചരണം, സിക്നെസ്, അതേപോലെ സിക്നെസ് ബെനഫിറ്റ്, അതേപോലെ രോഗസഹായം, പിന്നെ അണ്ടർ എംപ്ലോയ്മെന്റ് ബെനഫിറ്റ്, അതേപോലെ തന്നെ പിന്നെന്താണ്, തൊഴിൽ നഷ്ടസഹായം, പിന്നെ ഓൾഡ് ഏജ് ബെനിഫിറ്റ് എംപ്ലോയ്മെന്റ്, വാർദ്ധക്യ സഹായം, അതേപോലെ തന്നെ ഇഞ്ചുറി ബെനിഫിറ്റ്, അതായത് എന്തെങ്കിലും പരിക്കുകളൊക്കെ പറ്റി അതിന് നൽകുന്ന ആനുകൂല്യം, പിന്നെ ഫാമിലി ബെനിഫിറ്റ്, കുടുംബാനുകൂല്യം, കുടുംബങ്ങൾക്ക് കൊടുക്കുന്ന ആനുകൂല്യം, അതേപോലെ തന്നെ മെറ്റേർണിറ്റി ബെനിഫിറ്റ്, അതേപോലെ തന്നെ ഈ പിന്നെന്താണ് മെറ്റേർണിറ്റി ബെനിഫിറ്റ്, ഇൻവാലിഡിറ്റി ബെനിഫിറ്റ്, സർവൈവേഴ്സ് ബെനിഫിറ്റ്, അതേപോലെ പിന്നെ എന്തൊക്കെയാണ് നൽകിയിരുന്നത്? കുടുംബാനുകൂല്യം, പ്രസവാവധി ആനുകൂല്യം, അതാണ് മെറ്റേർണിറ്റി ബെനിഫിറ്റ്. ഇൻവാലിഡിറ്റി ബെനിഫിറ്റ്, അതേപോലെ തന്നെ ഇൻവാലിഡിറ്റി പറഞ്ഞാൽ അതായത് പലതരത്തിലുള്ള അംഗവൈകല്യങ്ങൾക്കുള്ള ആനുകൂല്യം. അങ്ങനെ ഒരുപാട് സഹായങ്ങൾ ഏത് ഇതിൽ നൽകപ്പെട്ടു എന്നാ പറയുന്നത്? 1952 ഇന്റർനാഷണൽ ഇൻസ്ട്രുമെന്റിനെ ബേസ് ചെയ്തുകൊണ്ട് സോഷ്യൽ സെക്യൂരിറ്റി പ്രിൻസിപ്പിൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. ആ കൺവെൻഷനിൽ എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് പാസ്സാക്കിയത്? ഈ ഒരു ഇൻഫോർമൽ മേഖലയിൽ നിന്നും ഫോർമൽ മേഖലയിലേക്ക് ആളുകൾ മാറി കാരണം അവർക്ക് തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടി. അങ്ങനെ 1952 ഇന്റർനാഷണൽ ഇൻസ്ട്രുമെന്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു സോഷ്യൽ സെക്യൂരിറ്റി പ്രിൻസിപ്പിൾസിന് രൂപം കൊടുത്തു. അങ്ങനെ അതിലെന്തൊക്കെയാണ് പറയുന്നത്? മെഡിക്കൽ പരിചരണം, രോഗസഹായം, തൊഴിൽ നഷ്ടസഹായം, വാർദ്ധക്യ സഹായം, തൊഴിലാളികൾക്ക് പരിക്കൊക്കെ പറ്റുമ്പോൾ ആനുകൂല്യങ്ങൾ നൽകുക, കുടുംബാനുകൂല്യം, അതേപോലെ മെറ്റേർണിറ്റി ബെനിഫിറ്റ് പറഞ്ഞാൽ എന്താണ്? പ്രസവ സമയത്ത് അവർക്ക് നൽകുന്ന പലതരത്തിലുള്ള സുരക്ഷാ സഹായങ്ങള്, അതേപോലെ തന്നെ അവധിയൊക്കെ നൽകും അല്ലേ? അതേപോലെ തന്നെ പല ഇൻവാലിഡിറ്റി ബെനിഫിറ്റ്, അതേപോലെ തന്നെ സർവൈവേഴ്സ് ബെനിഫിറ്റ്, ഇതൊക്കെ ഈ ഒരു സോഷ്യൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടി 1952 നടപ്പാക്കിയതാട്ടോ. അങ്ങനെ സോഷ്യൽ സെക്യൂരിറ്റി ഇൻ ഇന്ത്യ, ഭാരതത്തിലെ സാമൂഹിക സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടി സോഷ്യൽ സെക്യൂരിറ്റി ഇൻ ഇന്ത്യ റെഫേഴ്സ് ടു ദ സം ഓഫ് ഓൾ ഗവൺമെന്റ് റെഗുലേഷൻ ആൻഡ് പ്രൊവിഷൻ ദാറ്റ് എയിം അറ്റ് എൻഹാൻസിങ് ദ പീപ്പിൾ ഓഫ് ലിവിങ് കണ്ടീഷൻ. ഭാരതത്തിലെ സാമൂഹിക സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും സർക്കാർ നിയന്ത്രണങ്ങളും വ്യവസ്ഥകളും ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ ഈ ഇൻഫോർമൽ മേഖലയിൽ നിന്നും ഫോർമൽ മേഖലയിലേക്ക് ട്രാൻസിഷൻ ചെയ്യാനുള്ള തന്ത്രങ്ങൾ പ്ലാൻ ചെയ്തത് എന്തുകൊണ്ടാണ്? ഒരുപാട് സെക്യൂരിറ്റികൾ നമുക്ക് ഏത് മേഖലയിൽ നിന്നാണ് കിട്ടുക? സംഘടിത മേഖലയിൽ നിന്നാണ് കിട്ടുക. അതുകൊണ്ടാണ് ഈ ഒരു മാത്രമല്ല 1952 ഇന്റർനാഷണൽ ഇൻസ്ട്രുമെന്റിനെ ബേസ് ചെയ്തുകൊണ്ട് സോഷ്യൽ സെക്യൂരിറ്റി ഒരുപാട് ആനുകൂല്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് പല സെക്യൂരിറ്റികളും പല തൊഴിൽ സാഹചര്യങ്ങളും ഉറപ്പു നൽകുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റെഗുലേഷൻ, പ്രൊവിഷൻ, legislation act, law, politics and planning covers the problem of old age, wage, unemployment and social exclusion, sickness and health care and income security such as the food security, employment, education and health, housing, social insurance and social assistance. അതായത്
ഇന്ത്യയിൽ സാമൂഹിക സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടി എന്തൊക്കെയാണ് പദ്ധതികളാണ്, എന്തൊക്കെ സ്ട്രാറ്റജികളാണ് നടപ്പാക്കിയത്? സർക്കാർ പദ്ധതികളെ, നിയമനിർമ്മാണം, അതേപോലെ തന്നെ ഓൾഡ് ഏജ് പെൻഷൻ, പലതരത്തിലുള്ള വേജ് പ്രശ്നങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുക, തൊഴിലില്ലായ്മ പ്രശ്നങ്ങൾ പരിഹരിക്കുക, സാമൂഹികമായിട്ടുള്ള ഒഴിച്ചിടൽ പരിഹരിക്കുക, രോഗങ്ങളും ആരോഗ്യ പരിചരണവും, ഭക്ഷ്യസുരക്ഷ, തൊഴില്, വിദ്യാഭ്യാസം, ആരോഗ്യം, വീട്, ഇൻഷുറൻസ്, സാമൂഹിക സഹായം, ഇതൊക്കെ ഈ ഭാരതത്തിലെ സാമൂഹിക സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടി നടപ്പാക്കിയ പല തന്ത്രങ്ങളായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ ദ ഇന്ത്യൻ കണ്ടക്ട്സ് ദ സ്റ്റേറ്റ് ബിയേഴ്സ് പ്രൈമർലി റെസ്പോൺസിബിലിറ്റി ഫോർ ഡെവലപ്പിംഗ് അപ്രോപ്രിയേറ്റ് സിസ്റ്റം ഫോർ പ്രൊവൈഡിംഗ് സോഷ്യൽ പ്രൊട്ടക്ഷൻ ആൻഡ് അസിസ്റ്റൻസ് ടു ഈസ് വർക്ക് ഫോഴ്സ്. അതേപോലെ തന്നെ ഇന്ത്യയിലെ ഈ സാഹചര്യങ്ങൾ ജനങ്ങൾക്ക് അനുയോജ്യമായ സാമൂഹിക സംരക്ഷണ സംവിധാനങ്ങൾ വികസിക്കാനും തൊഴിലാളികൾക്ക് സഹായം നൽകാനും സംസ്ഥാനത്തിന് പ്രാഥമിക ഉത്തരവാദിത്തം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യയിലെ തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഏത് പദ്ധതിക്ക് ഏതിന് രൂപം കൊടുത്തത്? ദ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു സോഷ്യൽ സെക്യൂരിറ്റി ആർ ലിസ്റ്റഡ് ഇൻ ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഇൻ ദ കൺകറന്റ് ലിസ്റ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലെ തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടി ഇന്ത്യൻ ഭരണഘടന എന്തിന് രൂപം കൊടുത്തു? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന വിഭാഗത്തിലും കൺകറന്റ് ലിസ്റ്റിലും ഈ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും സുരക്ഷയെക്കുറിച്ചും പ്രതിപാദിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്? നിർദ്ദേശക തത്വമാണ്. നമ്മുടെ ഭരണഘടനയിൽ എഴുതിപ്പെട്ട നിർദ്ദേശക തത്വത്തിലും അതേപോലെ തന്നെ അതേപോലെ കൺകറന്റ് ലിസ്റ്റിലും 2 ലിസ്റ്റുകളുണ്ട്. കൺകറന്റ് ലിസ്റ്റും ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റും ഉണ്ട്. അപ്പോൾ കൺകറന്റ് ലിസ്റ്റിലും ഇന്ത്യൻ ഭരണഘടന തൊഴിൽ സുരക്ഷയെക്കുറിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫോമൽ മേഖലയിലേക്ക് ആളുകൾ മാറുന്നതിന് വേണ്ടി നടപ്പാക്കിയിട്ടുള്ള പല സ്ട്രാറ്റജികളായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ the principal social security law enacted in India for the formal sector workforce. അതേപോലെ തന്നെ ഫോമൽ മേഖലയിലേക്ക് തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടി പലതരത്തിലുള്ള ഫോമൽ മേഖലയിൽ തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടി കുറച്ച് ആക്റ്റുകൾ നടപ്പാക്കിയിട്ടുണ്ട്. അത് ഏതാണെന്നും കൂടി പറയാം. എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948, എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് മിസ്ലേനിയസ് പ്രൊവിഷൻ ആക്ട് 1952, Employees Compensation Act 1923, Maternity Benefit Act 1951, പേയ്മെന്റ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972. അപ്പോൾ ഇൻഫോർമൽ മേഖലയിൽ നിന്നും ആളുകളെ ഫോമൽ മേഖലയിലേക്ക് മാറുന്നതിന് വേണ്ടി പലതരത്തിലുള്ള സോഷ്യൽ സെക്യൂരിറ്റിയും ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗവൺമെൻറ് ഉറപ്പ് നൽകുന്ന ചില ഇൻഫോർമൽ മേഖലയിലെ ആളുകളെ അവർക്ക് തൊഴിൽ സംരക്ഷണം നൽകാൻ വേണ്ടി ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ആക്റ്റുകളാണ് ഏതൊക്കെ? എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948, എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ആൻഡ് മിസ്ലേനിയസ് പ്രൊവിഷൻ ആക്ട് 1952, എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട് 1923, മെറ്റർണിറ്റി ബെനഫിറ്റ് ആക്ട് 1951 ആൻഡ് പേയ്മെന്റ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972. അപ്പോൾ ഇതോടുകൂടി സോഷ്യോളജി ഓഫ് ഇന്ത്യ 1 എന്ന ഈ ഒരു ബുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി. നമ്മൾ 14 യൂണിറ്റ് 3 ബ്ലോക്കുകളിലായിട്ട് 14 യൂണിറ്റാണ് എടുത്തിരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ക്ലാസ്സുകൾ കണ്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പേഴ്സണലായിട്ടോ അതല്ലെങ്കിൽ ലൈവ് സെക്ഷൻ വെക്കുമ്പോഴൊക്കെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ.